ശുദ്ധീകരിച്ചു. ആ ചിന്തയിലൂടെ യജ്ഞം വെജിറ്റേറിയൻ യജ്ഞമായി മാറി, ഭക്ഷണവും വെജിറ്റേറിയനായി മാറി. ഈ ശരീരത്തെ സംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമാക്കി ഓരോ ദിവസവും രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെയുള്ള സർവ കർത്തവ്യവും ഈശ്വരനുമായി ബന്ധപ്പെട്ടതാക്കി തീർത്തപ്പോഴാണ് ആ പൈതൃകത്തിന്റെ ശാസ്ത്രീയത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഒരു പുഷ്പം ഒരു ബോട്ടണിക്കാരന്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അത് മുറിച്ചു നോക്കിയിട്ട് അതിന്റെ സയൻസ് ആയിരിക്കും ബോട്ടണിക്കാരൻ നോക്കുക എന്ന്. ഭാരതീയ സംസ്കൃതിയുടെ പൈതൃകം നോക്കുന്ന സമയത്ത് ഈ ശരീരവുമായി ബന്ധപ്പെട്ട പൈതൃക ആചാര സംസ്കാരങ്ങൾ ഭാരതത്തിൽ ആരംഭിച്ചത് 3000-4000 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങോട്ടാണ്. ആ ചരിത്രം ശരീരത്തിന് ഏറ്റവും പ്രാധാന്യം നൽകിക്കൊണ്ട് അതിന്റെ ഉത്തമമായ അവസ്ഥയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ ശരീരത്തിൽ അന്തർലീനമായിരിക്കുന്ന മനസ്സ് ചരക സംഹിതയിൽ പറയാറുണ്ട്, മലയാളത്തിൽ പറയാറുള്ളത് പോലെ ആദികൾ വ്യാധികൾ ഒന്നുമില്ല, ആലമരണങ്ങൾ കേൾപ്പാനില്ല. ആദിയും വ്യാധിയും ഒരുമിച്ച് ചേർത്ത ഒരു പൈതൃകം നമുക്ക് മാത്രമേ ഉള്ളൂ. 1942 വരെ അത്യുജ്വലരായ ഡെവലപ്ഡ് കൺട്രീസിന് ആദി എന്ന പരിപാടി അറിഞ്ഞൂടായിരുന്നു. അവർക്ക് സൈക്കോളജി എന്ന സിസ്റ്റം ആരോഗ്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അറിഞ്ഞൂടായിരുന്നു. ഈ രാഷ്ട്രത്തില് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ശരീര മനസോ യോഗ പരസ്പരം അനുവ്രജേ ആധാര ആധേയ ഭാവേന തത്താജ്യാഘടയോരിവ. ഏതൊരു ഡോക്ടറും അറിഞ്ഞിരിക്കേണ്ട ഒരു വരിയാണത്. ശരീര മനസോ യോഗ, ശരീരവും മനസ്സും പരസ്പരം അനുവ്രജേ, they are complementary to each other. ആധാര ആധേയ ഭാവേന, ശരീരം ആധാരം, മനസ്സ് അതിൽ വർത്തിക്കുന്ന ആധേയം. തത്താജ്യാഘടയോരിവ, ചൂടുള്ള പാത്രത്തിലേക്ക് തണുത്ത എണ്ണ ഒഴിച്ചാൽ പാത്രത്തിൽ നിന്ന് ചൂട് തണുത്ത എണ്ണയിലേക്ക് പോകും. തണുത്ത പാത്രത്തിലേക്ക് ചൂടുള്ള എണ്ണ ഒഴിച്ചാൽ എണ്ണയിൽ നിന്ന് ചൂട് പാത്രത്തിലേക്ക് വരുന്നത് പോലെ മനസ്സിന് ഏൽക്കുന്ന സുഖദുഃഖങ്ങൾ ശരീരത്തെയും ശരീരത്തിലേൽക്കുന്ന സുഖദുഃഖങ്ങൾ മനസ്സിനെയും ബാധിക്കുന്നത് കൊണ്ട് എല്ലാ മന്ത്രങ്ങളും അവസാനിക്കുന്ന സമയത്ത് ഓരോ ഋഷിവര്യനും പ്രാർത്ഥിക്കുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ നിങ്ങളും പ്രാർത്ഥിക്കാറുണ്ട്. നമ്മളുടെ സാംസ്കാരിക ചരിത്രത്തിന്റെ ഒരാണിക്കല്ല് ഓം ശാന്തി ശാന്തി ശാന്തി, 3 വാക്കുകൾ. മെന്റൽ പീസ്, മെന്റൽ പീസ്, മെന്റൽ പീസ്. ബട്ട് ഫോർ ദാറ്റ് your body will crumble without any doubt. മാനസികമായ അസ്വാസ്ഥ്യമാണ് ഹാർട്ട് അറ്റാക്കിന് കാരണമാകുന്നത്. ഓരോ ആശുപത്രിയിലും വളരെ സ്പെഷ്യലൈസ്ഡ് യൂണിറ്റ് ഉണ്ട്, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. ഓരോരുത്തരെയും വിളിച്ചു പറയാറുണ്ട്, നിങ്ങളുടെ ഹൃദയം പരിശോധിക്കാൻ വെറും 500 രൂപ. അവിടെ പോയാൽ ഹൃദയം പരിശോധിച്ച് അന്ന് വരെ സ്വസ്ഥമായിട്ട് ജീവിച്ചവനോട് പറയും, ഇതുവരെ കുഴപ്പമൊന്നുമില്ല, ചിലപ്പോ അടുത്ത വർഷം ഒരു അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാട്ടുകുതിരയില് തിലകൻ ചിലപ്പോ പറയാറുണ്ട് ഠിം എന്നൊരു വാക്ക്. കഴിഞ്ഞു, ആ മനുഷ്യന്റെ ആക്ടിവിറ്റി കഴിഞ്ഞു, ഇനി അടുത്ത വർഷം അറ്റാക്ക് വരുന്നത് വരെ അയാൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാ ഈശ്വര വരുന്നത്. അത്രയും നേരം സ്വസ്ഥമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തി 5000 രൂപ മുടക്കി അവനവന്റെ കുഴപ്പം കണ്ടുപിടിച്ചു. ആ ഡോക്ടർക്ക് ഒന്ന് വ്യത്യസ്തമായിട്ട് പറയാമായിരുന്നു. അതായത് ഒരു കുഴപ്പമില്ല, കർമ്മമണ്ഡലത്തിൽ ഏർപ്പെടുക, അവനവന്റെ കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഹാർട്ട് വീക്കായി വരുന്നത്. പകരം സാമൂഹ്യ മണ്ഡലത്തില് സംസ്കൃതിയുടെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് ഇറങ്ങുക, ഒരുമിച്ച് ജീവിക്കുക, ചിരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനുള്ള
അവസാനത്തെ ഔഷധം എന്നുള്ളത് ആധുനിക ശാസ്ത്ര സത്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അമ്മയുടെ കർമ്മമണ്ഡലത്തിലുള്ളവര് ഒരു 3 മാസം മുമ്പ് ബോംബെയിലേക്ക് പോയി അമ്മയുടെ ഒത്തിരി പ്രോഗ്രാമില്, അമ്മയുടെ സമിതികളുടെ പ്രോഗ്രാമില് പങ്കെടുത്തിരുന്നു. അപ്പൊ പലരും വന്ന് പറയാറുണ്ട്, സാർ ഇന്ന് വളരെ സുഖമാണ് സാർ, ഒരു പ്രശ്നമില്ല. എന്താ പ്രശ്നമില്ല? ആദ്യത്തെ അറ്റാക്ക് വന്നു, അപ്പൊ മനസ്സിലായി മരിക്കുന്ന ഉറപ്പാണ്. അതുകൊണ്ട് മരിക്കുന്നത് വരെ നല്ല കർമ്മം ചെയ്യാമെന്ന് പറഞ്ഞ് അമ്മയുടെ അമൃതകുടീര പ്രവർത്തനങ്ങളിൽ മറ്റുള്ളവർ ഏർപ്പെട്ടു. എനിക്ക് തന്നിരിക്കുന്ന മൊത്തം ആയുസ് 6 മാസമാണ്. ഇപ്പൊ ഏതാണ്ട് 4 വർഷമായി. ബാക്കിയുള്ളത് ഞാൻ ചത്തില്ല. അപ്പൊ ഞാൻ ചാവാതിരിക്കാൻ കാരണം സന്തോഷത്തോടുകൂടി പ്രവർത്തിക്കുന്നു. ആ സന്തോഷത്തോടുകൂടി പ്രവർത്തിക്കുന്നതാണ് ശരീര മനസ്സോ യോഗ പരസ്പരം അനുപ്രജേ. അതുകൊണ്ട് ഫിസിയോളജി എന്ന ശരീരത്തിന് ആധാരഭൂതമായിരിക്കേണ്ട സൈക്കോളജിയെ കുറിച്ച് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന വരിയുണ്ട്. ഭാരതീയ സാംസ്കാരിക ചരിത്രത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ ആണിക്കല്ല് സംഘാത് സഞ്ജായതേ കാമ, കാമാത് ക്രോധോഭിജായതേ, ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹാത് സ്മൃതിവിഭ്രമ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ, ബുദ്ധിനാശാത് പ്രണശ്യതേ. ഓവർ അറ്റാച്ച്മെന്റ് ഒഴിവാക്കുക. ആ ഓവർ അറ്റാച്ച്മെന്റ് വരുമ്പോൾ ആഗ്രഹം വരും. കാമാത് ക്രോധോഭിജായതേ. കോപം വരുമ്പോൾ യഥാർത്ഥത്തിൽ തലയ്ക്കകത്ത് നിന്നുണ്ടാകുന്ന ഹോർമോണുകളുടെ അളവ്, നട്ടെല്ലിന്റെ പുറകിലുള്ള അഡ്രിനാലിനും കോർട്ടിക്കോസ്റ്റിറോണും ഈ രക്തത്തിലേക്ക് പമ്പ് ചെയ്യുന്ന വസ്തുക്കളുടെ ഹോർമോണുകളുടെ അളവ് നിയന്ത്രണാതീതമായി കൂടുന്നത് ഒഴിവാക്കാൻ സ്റ്റെബിലിറ്റി ഉണ്ടാകണം. ആഗ്രഹം കുറച്ചാൽ ദേഷ്യം വരാതിരിക്കാൻ സാധിക്കും. ക്രോധാത് ഭവതി സമ്മോഹ. ദേഷ്യം വന്നില്ലെങ്കിൽ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ സാധിക്കും. സമ്മോഹാത് സ്മൃതിവിഭ്രമ. കൺഫ്യൂഷൻ ഒഴിവാക്കിയാൽ വിസ്ഡം എന്നുള്ളത് ഉണ്ടാകും. ആരാധ്യനായ MGS മേനോൻ സ്മൃതിഭ്രംശത്തെ കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടത് സയന്റിഫിക്, റാഷണൽ, അൺബയസ്ഡ് തോട്ട് അതുണ്ടാകണം. കമ്മ്യൂണിസത്തോട് ഓവർ അറ്റാച്ച്മെന്റ്, പത്രത്തിന്റെ സർക്കുലേഷനോട് ഓവർ അറ്റാച്ച്മെന്റ്, അതുപോലെ വോട്ടിനോടും കസേരയോടും ഓവർ അറ്റാച്ച്മെന്റ് വരുമ്പോഴാണ് ചരിത്രത്തിന്റെ സ്മൃതിഭ്രംശം സംഭവിക്കുന്നത്. ആ അറ്റാച്ച്മെന്റ് ഇല്ലായിരുന്നു എങ്കിൽ ചരിത്രം ചരിത്രപരമായിട്ട് തന്നെ ഇവിടെ വരുമായിരുന്നു. ശ്രീകൃഷ്ണൻ 1140 പറഞ്ഞ ആ സൈക്കോളജിയാണ് എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം ബാധകമായിട്ടുള്ളത്. അതുകൊണ്ടാണ് വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും മുഴുവനും എഴുതിക്കഴിഞ്ഞ വേദവ്യാസൻ എവിടെയെങ്കിലും ചിരിച്ചതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വേദവ്യാസൻ ചിരിച്ചിട്ടില്ല. എവിടെയെങ്കിലും വേദവ്യാസൻ കരഞ്ഞിട്ടുണ്ടോ? വേദവ്യാസൻ കരഞ്ഞിട്ടുമില്ല. ഈ പാർട്ടി എന്താ ഇങ്ങനെ കരയാതെയും ചിരിക്കാതെയും നടന്നത്? ആ പാർട്ടി അങ്ങനെ നടന്നത് കൊണ്ടാണ് കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് ശ്രീകൃഷ്ണൻ പറഞ്ഞത്, മുനീനാം അപ്യഹം വ്യാസ. മുനിമാരിൽ ഞാൻ വ്യാസനാണ്. മുനിയുടെ ലക്ഷണം തികഞ്ഞ ഒരേ ഒരു മനുഷ്യൻ മുക്കുവ വംശത്തിൽ ജനിച്ച് ബ്രാഹ്മണ്യത്തിലേക്ക് ഉയർന്ന് വേദത്തെ പകുത്ത് ഉജ്ജ്വലമായി മറ്റുള്ളവർക്ക് കൊടുത്ത് തിരിച്ചുപോയ സമയത്ത് വേദവ്യാസൻ ഉണ്ടായിരുന്ന ക്വാളിറ്റി ഉണ്ട്. ദുഃഖേഷു അനുദ്വിഗ്നമന, സുഖേഷു വിഗതസ്പൃഹ, വീതരാഗ ഭയക്രോധ. വീതരാഗ ഭയക്രോധ 4 ഓവർ അറ്റാച്ച്മെന്റ്, ഓവർ അംബീഷൻ, ഓവർ ആംഗർ. വീതരാഗ ഭയക്രോധ. ഓവർ ഫിയർ, ഭയം, ദേഷ്യം, അറ്റാച്ച്മെന്റ്, അംബീഷൻ പരിധിക്കപ്പുറം കടന്നാൽ അത് സൂയിസിഡൽ ആയിരിക്കും എന്ന് പറഞ്ഞ ശ്രീകൃഷ്ണന്റെ അതേ സൈക്കോളജിക്കൽ പാരാമീറ്റർ ഭാരതീയര് അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ പകർത്തിയത് കൊണ്ടാണ് ഭാരതീയ സംസ്കൃതി ഇന്നും അതേപോലെ ഒരു വ്യത്യാസവും ഇല്ലാതെ നിലനിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഈജിപ്ഷ്യൻ സംസ്കാരം നശിച്ച് മണ്ണടിഞ്ഞത്? റോമാ സംസ്കാരം, മെസോപ്പൊട്ടേമിയൻ സംസ്കാരം, ഊർധ്വശ്വാസം വലിക്കുന്ന ചൈനീസ് സംസ്കാരത്തിന്റെ മുമ്പില് 84 കോടി ജനത
ഏതാണ്ട് 10,000 വർഷങ്ങൾക്ക് മുൻപ് അനുശാസിച്ചു പോന്നത് ഇന്നും നമ്മുടെ മനസ്സിലുണ്ടാകാൻ കാരണം ശരീരത്തെക്കുറിച്ച്, മനസ്സിനെ-കുറിച്ച്, ആത്മീയതയെ-കുറിച്ച് നമ്മുടെ വീക്ഷണം. ഏത് വ്യക്തിയെ കണ്ടാലും 2 കയ്യും കൂപ്പി നമ്മൾ പറയും നമസ്തേ. അവനോട് ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചിട്ടല്ല നമസ്തേ പറയുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് ഒരുപക്ഷെ എന്നേക്കാൾ വളരെ ചെറിയവനായിരിക്കാം, ചിലപ്പോൾ എന്നേക്കാൾ വലിയവൻ കൈ വെച്ചിട്ട് ചെറിയവനായിരുന്നിരിക്കാം. ബട്ട് വാട്ട് എവർ മേ ബി, അവനെ കണ്ട് നമസ്തേ പറയാൻ തോന്നാൻ കാരണം നീ ഈ ശരീരം മാത്രമല്ല. ശരീരം എന്നുള്ളത് ശിവം ആയിരിക്കാൻ കാരണം ഷായുടെ മുകളിലുള്ള വള്ളി നീ എന്ന ജീവാത്മാവാണ്. ആ ജീവാത്മാവ് പോയാൽ നീ എന്ന ശിവം ശവം ആയി മാറും എന്ന് ആസ് സിമ്പിൾ ആസ് ദാറ്റ് അറിയാം. ജാതസ്യ ഹി ധ്രുവോർ മൃത്യു ധ്രുവം ജന്മമൃതസ്യ ച തസ്മാദ് അപരിഹാര്യേർത്തേ നത്വം ശോചിതുമർഹതി. പരിഹരിക്കാൻ പറ്റാത്ത ഒന്നാണ് ഈ ജീവാത്മാവ് എന്ന് പറയുന്നത്. ശരീരമാകുന്ന ക്ഷേത്രത്തിൽ നിന്ന് ഒരിക്കൽ വിട്ടുപോകും എന്ന ചിന്ത ഏത് ഭാരതീയനിലും, എല്ലാ ഭാരതീയനിലും ഉണ്ടായിരുന്നു. വിഷ്ണുനാരായണൻ നമ്പൂതിരി പറയാറുണ്ട് സാധാരണ രീതിയിൽ, മാർക്സും എംഗൽസും യൂറോപ്പിലെ എല്ലാ പുസ്തകങ്ങളും വായിച്ചു നോക്കിയിട്ട് അവസാനം മാനവരാശിയെ 2ആയിട്ട് തിരിച്ചു. ഒന്നാമതായിട്ട് ഹാവ്സ് ഉള്ളവര്, രണ്ടാമതായിട്ട് ഹാവ് നോട്ട്സ് ഇല്ലാത്തവര്. ലോകത്തിൽ 2 വ്യക്തികളെ ഉള്ളൂ. സ്റ്റാലിനും 1.71 കോടി ജനങ്ങളെ നിഷ്കരുണം വധിച്ച ഇവിടത്തെ ഇടതുപക്ഷത്തിന്റെ ആരാധ്യനായ സ്റ്റാലിനും 2 പേരെയെ കണ്ടുള്ളൂ. ഉള്ളവനും ഇല്ലാത്തവനും ഈ നാട്ടിലേക്ക് വരുമ്പോഴാണ് മൂന്നാമതൊരു വിഭാഗമുണ്ട് എന്ന് പറയുന്നത്. ഉള്ളവരെന്നൊരു വിഭാഗം ഇവിടെയുണ്ട്, ഇല്ലാത്തവരെന്നൊരു വിഭാഗം അവിടെയുണ്ട്, ഉണ്ടായിട്ട് വേണ്ടാത്തവരെന്നൊരു വിഭാഗം. അമ്മയുടെ പേരിൽ എത്ര അസറ്റുണ്ട്? മാതാമൃതാനന്ദമയുടെ പേരില്, മാതാമൃതാനന്ദമയുടെ പേരിലുള്ള മൊത്തം അസറ്റ് കാവി വസ്ത്രമുടുത്ത സന്യാസിമാര്. വേറെ ആരുമില്ല. ബാക്കിയുള്ളതെല്ലാം വേറെ 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 ട്രസ്റ്റാണ്. നാരായണ ഗുരുദേവന്റെ പേരിൽ എത്രയുണ്ട്? ഇപ്പോൾ ഉള്ള കുറെ നേതാക്കന്മാര് അങ്ങനെ തലയ്ക്ക് കൈവച്ച് കരയുന്നുണ്ടാവും. അങ്ങനെയുള്ളവരല്ലാതെ വിവേകാനന്ദർ ഒന്നും കയ്യിൽ കൊണ്ടുപോയില്ല, രാമകൃഷ്ണ പരമഹംസർ ഒന്നും സ്വീകരിച്ചില്ല, ശങ്കരാചാര്യർ ഒന്നും സ്വീകരിച്ചില്ല. ഋഷിവര്യന്മാരുടെ പരമ്പരയിൽപ്പെട്ടവര്, ഉണ്ടായിട്ട് വേണ്ടാത്തവര്. ഒരിക്കൽ നാഷണൽ ടിവിയിൽ ഒരു പിക്ചർ കാണിച്ചു. ആ പിക്ചർ മുകളിൽ നിന്ന് എടുത്തതാ, സായിബാബ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ എന്റെ മക്കളും എന്റെ ഭാര്യയ്ക്കും ഒരു ധാരണ ഉണ്ടായിരുന്നു, സായിബാബയുടെ ബർത്ത്ഡേക്ക് 1.1 കോടി ജനങ്ങൾ വന്ന സ്ഥിതിക്ക് ഈ പാർട്ടിയുടെ രാത്രിയിലത്തെ ഭക്ഷണം എങ്ങനെയിരിക്കും, ഉച്ചക്കലത്തെ ഭക്ഷണം എങ്ങനെയിരിക്കും ഒന്നറിയണം. എന്തോ മഹാഭാഗ്യത്തിന് അങ്ങനെ തമാശന് ചർച്ച ചെയ്ത് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ സായിബാബ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഒരു പിക്ചർ നാഷണൽ ഇന്റഗ്രേഷനില് 2 ചപ്പാത്തി, 1/2 ഉരുളക്കിഴങ്ങ്, 1 ഗ്ലാസ് പച്ചവെള്ളം. എനിക്ക് അത്ഭുതം തോന്നി. ഉണ്ടായിട്ട് വേണ്ടാത്തവര്. ഇല്ലെങ്കിൽ സായിബാബ വിചാരിച്ചാൽ ഇപ്പൊ കഴിക്കാൻ പറ്റാത്തത് എന്താ ഉള്ളത്? അബ്സല്യൂട്ട്ലി നത്തിങ്. ചന്ദ്രനിലുള്ള ഒരു പിടി മണ്ണ് എന്റെ കസേരയുടെ അടിയിൽ ഇടണം എന്ന് ഇന്ന് സായിബാബ വിചാരിച്ചാൽ, ഇന്ന് അമ്മ വിചാരിച്ചാൽ, ഹാർഡ്ലി ഇറ്റ് വിൽ ടേക്ക് 7 days. കാരണം അവിടെ പോയിട്ട് നാസായിൽ പോയിട്ട് അവർക്ക് ഗേറ്റ് പാസ് വാങ്ങിച്ചിട്ട് അത് പൊതിഞ്ഞിങ്ങോട്ട് കൊണ്ടുവരണം ചന്ദ്രനിലെ മണ്ണ്. സാധിക്കും, പക്ഷെ അവർക്ക് ചന്ദ്രനിലെ മണ്ണ് വേണ്ട, അവർക്ക് ഒന്നും വേണ്ട, ഒരു ബിൽഡിങ്ങും വേണ്ട. അതുകൊണ്ട് ഈശ്വരീയ സങ്കല്പത്തിൽ കൈവല്യോപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന, അമ്മയുടെ യന്ത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വരി, ത്യാഗേ നൈകേ അമൃതത്വമാനശു, അമരത്വത്തിലേക്കുള്ള പ്രയാണം കൈവല്യോപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. ത്യജിച്ചു കൊണ്ടുപോവുക. ആ അമരത്വം എന്ന് പറയുന്നത് ജീവാത്മാവ് ഏത് സമയത്താണോ പരമാത്മാവുമായി ചേരുന്നത് അപ്പോൾ ലഭിക്കുന്ന ഇമാജിനറി ലെവലിൽ ഇപ്പോഴും, മരണത്തിൽ അപ്പോഴും ലഭിക്കുന്ന ആ ആനന്ദമാണ് ഭാരതീയർ ഓരോരുത്തരും മനസ്സിൽ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വേണ്ട 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 എന്ന് പറയുന്നവര് ഭാരതത്തിൽ
ലോകത്തിൽ എവിടെ ഉള്ളവരെക്കാളും കൂടുതലുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ വർഷം ഇതേ സ്റ്റേജിൽ നിന്ന് ഞാൻ പ്രഭാഷണം തുടങ്ങുമ്പോൾ പറയുകയുണ്ടായി, അമ്മയ്ക്ക് ആരാകണമെന്ന ആഗ്രഹമെന്ന് UNOവിലെ ജേർണലിസ്റ്റ് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് ലോകത്തിന്റെ തൂപ്പുകാരിയാകാനാണ് ഇഷ്ടം. യഥാർത്ഥത്തിൽ ആ വാക്ക് നാക്കിന്റെ തുമ്പത്ത് വരണമെങ്കിൽ എത്ര ജന്മത്തെ പ്രയത്നവും തപസ്ചര്യയും വേണം. ഈ അടുത്ത കാലത്ത് ഒരു പുസ്തകം വായിക്കുകയുണ്ടായി. അതിൽ അമ്മ UNOവിൽ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിന്റെ ഭാഗത്തിലൊരു കഥ വളരെ രസകരമായിട്ട് തോന്നി. രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ കണ്ടുമുട്ടി. അപ്പൊ ഒരാൾ പറഞ്ഞു മറ്റേയാളോട്, നിങ്ങളെ ഇപ്പൊ കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. മറ്റേയാൾ ചോദിച്ചു, എന്താ സംഭവം? കുറെ കാലമായല്ലോ നമ്മൾ കണ്ടിട്ട്, ഇപ്പൊ കണ്ടത് കൊണ്ട് എനിക്ക് സന്തോഷം തോന്നാൻ കാരണം അടുത്ത ആഴ്ച എന്റെ വിവാഹമാണ്, നിങ്ങൾ വിവാഹത്തിൽ പങ്കെടുക്കണം. അപ്പൊ മറ്റേയാൾ ചോദിച്ചു, 40-45 വയസ്സായില്ലേ, ഇത്രയും കാലമായിട്ട് നിങ്ങൾ വിവാഹം കഴിച്ചില്ലേ? അപ്പൊ ഇയാൾ പറഞ്ഞു, എനിക്ക് മനസ്സിന് യോജിച്ച സർവ്വതും തികഞ്ഞ ഒരു സ്ത്രീയെ അന്വേഷിച്ചുകൊണ്ട് നടക്കായിരുന്നു. ഓ, അത് ശരി. അപ്പോ ആദ്യം ഒരു സ്ത്രീയെ സ്പെയിനിൽ വെച്ച് കണ്ടു, സ്പാനിഷ് സ്ത്രീയെ. ഏതാണ്ട് എന്റെ ആഗ്രഹത്തിനനുസരിച്ച് എല്ലാം തികഞ്ഞിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ശുണ്ടിക്കാരിയാ, അത് ഞാൻ വേണ്ടെന്ന് വെച്ചു. പിന്നെ ഒരു ജപ്പാൻകാരിയെ ഞാൻ ടോക്കിയോയിൽ വെച്ച് കണ്ടു. അവള് വലിയ കുഴപ്പമൊന്നുമില്ല, ഭയങ്കര ഓവർ ആഡംബര പ്രിയത്തി, അത് ഞാൻ അത് വേണ്ടെന്ന് വെച്ചു. പിന്നെ അങ്ങനെ 5-6 പേരെ കണ്ടു. അവസാനം ഒരാളെ സർവ്വതും തികഞ്ഞ ഒരു സ്ത്രീയെ ഞാൻ കണ്ടു. അത് കണ്ടത് ഇസ്രായേലിൽ വെച്ചിട്ടാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഞാൻ അവരോട് പറഞ്ഞു, സർവ്വതും തികഞ്ഞ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ഉള്ള സങ്കല്പത്തിലാണ് ഞാൻ. ഇപ്പൊ നിങ്ങളെ ഞാൻ സർവ്വതും തികഞ്ഞതായിട്ട് കണ്ടതുകൊണ്ട് നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയാണെന്ന് ആ സ്ത്രീയോട് പറഞ്ഞപ്പോ സ്ത്രീ പറഞ്ഞു, ഞാനും സർവ്വതും തികഞ്ഞ ഒരാളെ അന്വേഷിച്ച് നടക്കുകയാണ് വിവാഹം കഴിക്കാൻ, അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ പറ്റില്ല. അതായത് തനിക്ക് സർവ്വതും തികഞ്ഞിട്ടില്ല, ഉറപ്പാ. അപ്പൊ ഈ സർവ്വതും തികഞ്ഞത് കൊണ്ട് അന്വേഷിച്ച് പലരും നടക്കുമ്പോൾ മാനസികമായിട്ട് സർവ്വതും തികയാനുള്ള ഡെഫിനിഷൻ കൊടുത്തത് ഈ നാട്ടിലാണ്. ആത്മീയമായിട്ട് സർവ്വതും തികഞ്ഞ ഒരു അവസ്ഥയ്ക്ക് ഡെഫിനിഷൻ കൊടുത്തത് ഈ രാഷ്ട്രത്തിലാണ്. അതുപോലെ ശാരീരികമായിട്ട് സർവ്വതും തികഞ്ഞതിനൊരു ഡെഫിനിഷൻ കൊടുത്തത് ഈ രാഷ്ട്രത്തിലാണ്. വ്യക്തിയെ ഇങ്ങനെ വളരണമെന്ന് പറഞ്ഞപ്പോൾ പതഞ്ജലി മഹർഷി വേദത്തിന്റെ ചൈതന്യമെടുത്ത് യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധ്യാന ധാരണ സമാധി കൊടുത്തപ്പോൾ യമനിയമങ്ങളിലൂടെ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ജീവിതത്തില് ഇവിടെ കൂടിയിരിക്കുന്ന വ്യക്തികള് ഈ 10 കൽപ്പനകള് ബൈബിളിലുള്ളതല്ല, അത് വേണമെങ്കിൽ ചെയ്തോളാം. പതഞ്ജലി മഹർഷിയുടെ യോഗശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന 10 കൽപ്പനകള് ജീവിതത്തില് നാളെ വൈകുന്നേരത്തിന് ശേഷം, നാളെയാണല്ലോ ആർഷജ്ഞാനോത്സവം പരിസമാപ്തി, നാളെ വൈകുന്നേരത്തിന് ശേഷം ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ അഹിംസ, സത്യം, ആസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. വാക്കിന്റെ അർത്ഥം അഹിംസ, എന്റെ നാക്ക്, എന്റെ വാക്ക്, എന്റെ ചിന്ത, എന്റെ പ്രവൃത്തി കൊണ്ട് മറ്റൊരുവനെ ഞാൻ വേദനിപ്പിക്കില്ല. അഹിംസ, സത്യം, ജീവിതത്തിന്റെ ലക്ഷ്യം വസ്തുതകളും സത്യവും കണ്ടെത്തലാണ്. അഹിംസ, സത്യം, ആസ്തേയം, എനിക്ക് എന്താണോ ഈശ്വരൻ തന്നിരിക്കുന്നത് അതിന് സംതൃപ്തി കണ്ടെത്തുകയാണ് എന്റെ ജീവിത ലക്ഷ്യം എന്നുള്ള മൂന്നാമത്തേത്. അഹിംസ, സത്യമാസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. സന്യാസിയെ പോലെ ജീവിക്കണമെന്നല്ല, മാനസികമായ ഉറപ്പോടുകൂടി വേണം. ഈവൻ സെക്ഷുവൽ എൻജോയ്മെന്റ് വരെ ആസ്വദിക്കാൻ. ഒരു പരിധി കടന്നാൽ സംഭവിക്കുന്നത് ഹിന്ദുസ്ഥാൻ ലാറ്റക്സിന്റെ മാനേജിംഗ് ഡയറക്ടർക്ക് സംഭവിക്കും. ഹിന്ദുസ്ഥാൻ ലാറ്റക്സിന്റെ മാനേജിംഗ് ഡയറക്ടറും ദേവസ്വം ബോർഡും കൂടി ശബരിമലയിൽ നിന്ന് ഇറങ്ങി വരുന്നവർക്ക് പ്രസാദം കൊടുക്കാൻ തീരുമാനിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ സംഭവിക്കാതിരിക്കാൻ അഹിംസ, സത്യം, ആസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. ചെറിയ വാക്കുകള്, പുസ്തകക്കണക്കിന് എഴുതാൻ പറ്റുന്ന മെസ്സേജ് മറ്റുള്ളവന്റെ ഏതാണോ അത് അവനെ വേദനിപ്പിച്ച് ഞാൻ എടുക്കില്ല എന്ന തീരുമാനം. അതാണ് അപരിഗ്രഹം.
എത്ര ഉജ്ജ്വലമായ യമങ്ങള്, അതുപോലെ നിയമങ്ങള്. ശൗചം, സന്തോഷം, തപഃ, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം. ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നതാ, അറിയാതെ ചെയ്യുന്നതാ. ഒന്ന് അറിഞ്ഞു ചെയ്തു നോക്കുക. ശൗചം, രാവിലെ എഴുന്നേറ്റിട്ട് വ്യക്തമായിട്ട് കുളിക്കുക. എന്താ വ്യക്തമായിട്ട് കുളിക്കുക? വ്യക്തമായിട്ട് കുളിക്കുക എന്ന് പറഞ്ഞാൽ, ചിലപ്പോ ചില കുട്ടികളെ ബാത്റൂം അടച്ചിട്ടിട്ട് ഒരു തുണി വെള്ളത്തിൽ മുക്കിയിട്ട് അതിനെ പിഴിഞ്ഞിട്ട് ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് ഇന്നത്തെ തീർന്നു, സ്കൂളിൽ പോകാനായി. രാവിലെ 5:30 മണിക്ക് ട്യൂഷൻ തുടങ്ങും, അതിനുശേഷം സ്കൂൾ കഴിഞ്ഞ് ട്യൂഷൻ, അത് കഴിഞ്ഞിട്ട് ഡാൻസ്, അത് കഴിഞ്ഞിട്ട് പാട്ട്, രാത്രി തിരിച്ച് 11 മണിക്ക് അച്ഛൻ വന്ന് കിടന്നുറങ്ങിയതിനു ശേഷമേ മകൾ വരുള്ളൂ. എന്തിനാ ഇത്? ഒന്ന്, ഈ സ്കൂൾ ഫെസ്റ്റിവലില് ഫസ്റ്റ് റാങ്ക് മേടിക്കണം. അത് കിട്ടിയില്ലെങ്കിൽ 16 വർഷം കഴിഞ്ഞ് എഴുതാൻ പോകുന്ന എൻട്രൻസിന് ഫസ്റ്റ് റാങ്ക് കിട്ടണം. ഇത്രേ ഉള്ളൂ. ഈ 2 മാത്രമേ ജീവിതത്തിലുള്ളൂ. ഇതിനു പകരം വ്യക്തമായി ജീവിക്കാൻ പഠിപ്പിച്ചാൽ, ഇന്ന് സൂര്യ ടിവിയിൽ 6 മണി തൊട്ട് 7 മണി വരെ കാണുന്ന കുടുംബ മേളമുണ്ടല്ലോ, മേളം കറി പൗഡർ മാതിരി ഒരു കറി പൗഡറാണ് കുടുംബമേളം. ഭാര്യയും ഭർത്താവും പച്ചക്ക് ടിവിയുടെ മുമ്പിൽ പച്ചത്തെറി പറയുന്ന ഒരു സീൻ ഒന്ന് കേട്ടു നോക്കുക. ഈ ലോകത്തിൽ ജീവിക്കുമ്പോ ഇതെല്ലാം നമ്മൾ അറിയണല്ലോ. ഭർത്താവ് ഭാര്യയെ, ഈ 2 സൈക്കോളജിസ്റ്റ് ഇല്ല എങ്കിൽ അവര് തമ്മിൽ ടിവിയുടെ മുമ്പിൽ സംസാരിക്കുന്നത് റോഡ് സൈഡിലാണെങ്കിൽ, ഈ 10 വർഷമായിട്ട് മെറ്റലിടാൻ കൂട്ടിയിരിക്കുന്ന കരിങ്കൽ ചില്ലുകളുടെ പകുതിയെങ്കിലും ഭാര്യയുടെയും ഭർത്താവിന്റെയും ശരീരത്തിൽ വീഴും. അവര് തമ്മിൽ അങ്ങനെ ആ ടിവിയുടെ മുമ്പില്, അതായത് 2 ക്യാമറ വെച്ചത് പോലും ചിന്തിക്കാതെയാ ഫൈറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് കുടുംബ ജീവിതത്തിന്റെ ശൗചം, സന്തോഷം, സം എന്ന വാക്കിന്റെ അർത്ഥം ഉജ്ജ്വലമായ, പ്രഭാപൂരിതമായ, ചൈതന്യവത്തായ, സംതൃപ്തി, സംവത്സരം, സംഘടന, സന്തോഷം. ആ സന്തോഷം ഉണ്ടാക്കാനുള്ള അവസ്ഥ, അത് ശൗചം, സന്തോഷം, തപഃ. ഏത് കർമ്മമാണോ ചെയ്യുന്നത് ആ കർമ്മം ഭക്തിശ്രദ്ധയോടുകൂടി, ക്ലർക്കാണെങ്കിലും പ്യൂണാണെങ്കിലും ഓഫീസറാണെങ്കിലും KSRTCയിൽ അല്ല ജോലിയെങ്കിൽ നിങ്ങൾക്ക് തപശ്ചര്യയിലൂടെ ചെയ്യാൻ സാധിക്കും. ആ ഒരു കർമ്മമണ്ഡലത്തിൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ തപശ്ചര്യയിലൂടെ അവനവന്റെ പ്രവൃത്തി ചെയ്യാൻ സാധിക്കുന്നത്. പതഞ്ജലി മഹർഷി BC 300 എഴുതിയത് ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിന്റെ അവസാനത്തെ വലിയെടുത്തുകൊണ്ടാണെന്ന ഓർമ്മ വേണം. അതെന്താണെന്നുള്ളത് പിന്നീട് എന്തെങ്കിലും ഒരു ദിവസം പറയാം. അതുകൊണ്ട് ശൗചം, സന്തോഷം, തപഃ, സ്വാധ്യായം. അവനവൻ പഠിക്കാനുള്ളത്, അവനവൻ അറിയാനുള്ളത് പൂർണ്ണമായിട്ടും പഠിക്കേണ്ടത് അവനവന്റെ ബാധ്യതയാണ് എന്നറിഞ്ഞുകൊണ്ട് പഠിക്കണം. യഥാർത്ഥത്തിൽ 3-4 ദിവസം മുമ്പ് വള്ളിക്കാവില് അമൃതവാണിയുടെ പ്രവർത്തകരുടെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ള ഒരു വലിയ വലിയ സൗഭാഗ്യം എനിക്ക് കിട്ടി. അവര് പഠിക്കേണ്ട 3 കാര്യം ഏതാണ് എന്ന് ഞാൻ അവരോട് പറഞ്ഞു. കൂട്ടത്തിൽ ഒന്നുകൂടി പറഞ്ഞു, ഒരു ഡോക്ടറും രോഗിക്ക് കൊടുക്കുന്ന മരുന്ന് സ്വയം കഴിച്ച് പരിശോധിക്കുകയില്ല. നിങ്ങൾ ആരും ഡോക്ടർ ആകരുത്, മറിച്ച് സ്വയം പഠിച്ച് പരിശോധിച്ചതിന് ശേഷം വേണം അമൃതവാണിയും കൊണ്ട് ഓരോ വീട്ടിലേക്കും പോകാൻ. അമൃതവാണിയിലെ സന്ദേശം എന്താണെന്ന് കേൾക്കുന്നവരോട് പറയാൻ സാധിക്കണം. നിങ്ങൾ കയറി വരുമ്പോൾ അവരാചാരത്തെ കുറിച്ച്, ഈശ്വര വിശ്വാസത്തെ കുറിച്ച് അവർ പല ചോദ്യവും ചോദിക്കും. അത് നിങ്ങൾ ഉത്തരം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ വരുമ്പോഴേ അമൃതവാണിയുടെ പുസ്തകവും കൊണ്ട് ചെല്ലുമ്പോൾ അതിനകത്തെ സന്ദേശവും അത് കൊണ്ടുവരുന്ന വ്യക്തിയുടെ സ്വാധീനവും മനസ്സിലാവുകയുള്ളൂ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു 10-25 വ്യക്തികൾ കരയുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായില്ല എന്തിനാ കരയുന്നത്. വിശന്നിട്ടാണോ എന്നറിഞ്ഞുകൂടാ. 10 മണിക്ക് തുടങ്ങിയത് 1:15 അവസാനിപ്പിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചു, വലുതായിട്ട് ബോറടിച്ചോ, എന്താ കരയുന്നത്? അപ്പൊ അവര് പറഞ്ഞത്, അല്ല ഇത്രയും കാലം അമ്മയുടെ ഈ വാക്കുകളും കൊണ്ട് വീട്ടിലേക്ക് ഇറങ്ങി ചെന്നപ്പോ, ഓരോ വീട്ടിലേക്കും കയറി ചെന്നപ്പോ ഇതുമാതിരി ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിനൊന്നിനും ഉത്തരം പറയാൻ സാധിച്ചില്ല. ആ ഉത്തരം കൂടി പറഞ്ഞിരുന്നെങ്കിൽ അവരെ അമൃതവാണിയുടെ പ്രവർത്തകരാക്കി മാറ്റാമായിരുന്നു. വെറും സബ്സ്ക്രൈബേഴ്സ് അല്ല, പ്രവർത്തകരാക്കി മാറ്റാമായിരുന്നു. ആ സ്വാധ്യായം എന്ന ധർമ്മം ഭാരതത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിന്റെ ഭാഗമായിരുന്നു. അതുപോലെ ഈശ്വര പ്രണിധാനം,
ഏത് കാര്യം ചെയ്യുമ്പോഴും ദുഃഖമുണ്ടാകാം, സുഖമുണ്ടാകാം, ബുദ്ധിമുട്ടുണ്ടാകാം, ടെൻഷൻ ഉണ്ടാകാം, എല്ലാം ഈശ്വരാർപ്പണമായിട്ട് ചെയ്യാം. യഥാർത്ഥത്തിൽ ജർമ്മൻ സൈക്കോളജിസ്റ്റ് പ്രൊഫസർ എറിക് ബേൺ അദ്ദേഹം കൗൺസലിംഗ് കൊടുക്കുമ്പോൾ തളർന്ന വ്യക്തികളോട് പറയാറുണ്ട്, യു ലീൻ ഓൺ മീ, ഐ വിൽ പ്രൊട്ടക്ട് യു, ഐ ആം ദ സൈക്കോളജിസ്റ്റ് ഹു ഈസ് സപ്പോർട്ടിംഗ് യു. ഇത് ആരാ ആദ്യം പറഞ്ഞെന്നറിയാമോ? ഭഗവത്ഗീതയിലെ ശ്രീകൃഷ്ണനാ പറഞ്ഞത്. മാമേ വൈശ്യതി സത്യം ദേ പ്രതിജാനേ പ്രിയോസിമേ ഉജ്ജ്വലവരി. അതങ്ങനെ തന്നെ പറയണം. മാമേ വൈശ്യതി സത്യം തേ പ്രതിജാനേ പ്രിയോസിമേ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ഹേ അർജുന, യു ലീൻ അപ്പോൺ മീ. ശ്രീകൃഷ്ണൻ ഇംഗ്ലീഷിലല്ല പറഞ്ഞത്. ഹേ അർജുന, എന്നിലേക്ക് ചാരുക, ഞാൻ നിനക്ക് വാക്ക് തരുന്നു, സത്യം ചെയ്യുന്നു. അവതാരമൂർത്തിയായ ശ്രീകൃഷ്ണൻ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന വാക്കുകൾ റിയലൈൻ ചെയ്താൽ ക്ഷേത്രേ ക്ഷേത്രേ കുരുധർമ്മം എന്ന വാക്ക് നമുക്ക് കിട്ടും. അവനവന്റെ റെസ്പോൺസിബിലിറ്റി, അവനവന്റെ ഡ്യൂട്ടി, അവനവന്റെ പ്രിവിലേജ് എവിടെയെല്ലാം ആണോ ചെയ്തു തീർക്കേണ്ടത്, പറഞ്ഞു തീർക്കേണ്ടത്, ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടത് അത് ചെയ്യണം. അർജുന, ക്ഷത്രിയനാണ് നീ, നിന്റെ ധർമ്മം ക്ഷിതിത്രാണമാണ്. ആ ക്ഷത്രിയനായ നീ നിന്റെ മറ്റെല്ലാ ചിന്തകളും ഉപേക്ഷിച്ച് സൈക്കോളജിസ്റ്റായ ശ്രീകൃഷ്ണന്റെ ചുമലിലേക്ക് ചാരുക. സർവധർമാൻ പരിത്യജ്യ, എല്ലാ വിധത്തിലുള്ള ചിന്തകളും ഇപ്പൊ ഉപേക്ഷിക്കുക. അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി, സർവവിധ കോൺസിക്വൻസുകളിൽ നിന്നും ഹേ അർജുന നിന്നെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യാം. ലോകത്തിലെ ഹയസ്റ്റ് ലെവലിലുള്ള ഈശ്വരാവതാരത്തിന്റെ സത്യപ്രതിജ്ഞാ കർമ്മമായിരുന്നു അതും അദ്ദേഹം ചെയ്തത്. മനുഷ്യന്റെ മുമ്പില് ക്രൈസിസിൽപ്പെട്ട മനുഷ്യൻ ഏത് സമയത്താണോ ഈശ്വരനെ യഥാ എന്ന വാക്കുകൊണ്ടുപോലും വിളിക്കുന്നത്, ഹേ കൃഷ്ണ, ഹേ യാദവ, ഹേ സഖേതി, എടാ കൃഷ്ണ, എടോ നായരെ എന്ന് വിളിക്കുന്ന മാതിരി, എടാ നായരെ എന്ന് വിളിക്കുന്ന അതേ ജയുടെ എടോ യാദവ, ഹേ കൃഷ്ണ, ഹേ യാദവ, ഹേ സഖേതി, എടോ കൂട്ടുകാരാ എന്നെങ്കിലും ഈശ്വരനെ വിളിച്ച് അവിടെ കർപ്പിച്ച് ഈശ്വര പ്രണിധാനത്തിലൂടെ കർമ്മം ചെയ്താൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, 5000 രൂപ മുടക്കിയിട്ട് കാർഡിയോളജിസ്റ്റിന്റെ അടുത്തേക്ക് നിങ്ങൾക്ക് പോവേണ്ടി വരില്ല. 10 കൽപ്പനകള് സിമ്പിളായിട്ട് നിങ്ങൾക്കും കുട്ടികൾക്കും അനുശാസിക്കാവുന്നതേ ഉള്ളൂ. അഹിംസ, സത്യമാസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, ശൗചം, സന്തോഷം, സ്തവ, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം. ഇതാണ് ഭാരതീയ സാംസ്കാരിക ചരിത്രത്തിൽ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളമുള്ള ചരിത്രഭാഗം. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ചരിത്രഭാഗമാണ് ഷോഡശ കർമ്മങ്ങള്. അച്ഛനും അമ്മയും ഒരു മകന് ജന്മം കിട്ടുന്ന ദിവസം മുതൽക്ക് ആ കുട്ടിയുടെ ജാതകർമ്മം നടത്തി, നാമകരണം നടത്തി, അന്നപ്രാശനം നടത്തി, ചൂടാകരണം നടത്തി, നിഷ്ക്രമണം നടത്തി, ഉപനയനം നടത്തി, വിവാഹം നടത്തി, അതുപോലെ പുംസവനം നടത്തി, അവസാനം വരെ ചെയ്യുന്ന 16 കർമ്മങ്ങൾക്ക് ഇന്ന് പ്രഭാഷണത്തിന് എനിക്ക് തന്നിരിക്കുന്ന ടൈറ്റിലിന്റെ അതേ പേരാണുള്ളത്. ഷോഡശ സംസ്കാരം. വ്യക്തിയെ കുടുംബത്തിനകത്ത് വെച്ച് പ്രോസസ് ചെയ്യുക, സംസ്കരിച്ചെടുക്കുക. സംസ്കൃതം, സന്തോഷവത്തായത്, നന്മ നിറഞ്ഞത്, കൃതം ചെയ്യപ്പെട്ടത്, സംസ്കരിക്കപ്പെട്ടത് ഏതാണോ അത് സംസ്കൃതം. സംസ്കരിക്കപ്പെടാതെ മുമ്പിലുണ്ടായിരുന്നത് ഏതാണോ അത് പുരാകൃതം, പ്രാകൃതം. പ്രാകൃതത്തിൽ നിന്ന് സംസ്കൃതത്തിലേക്ക് മാറ്റുന്ന 16 കർമ്മത്തില് കുട്ടി വീട്ടിൽ ജനിച്ചു വീണ് കരയുമ്പോൾ പ്രപഞ്ചത്തിൽ ഗോളങ്ങൾ എവിടെ ഉണ്ടായിരുന്നു എന്ന് എഴുതുന്ന ആദ്യത്തെ ചടങ്ങില് കുട്ടിയും പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധം കുട്ടിയെ ഓർമ്മിപ്പിക്കുന്നു. അടുത്ത 60-ാം വർഷം ഷഷ്ഠ്യബ്ദപൂർത്തി ആഘോഷിക്കുന്ന നാളിലാണ്
ആ കുട്ടി ജനിച്ച ദിവസത്തിലെ ജ്യോതിർഗോളങ്ങളുടെ സ്ഥിതി രണ്ടാമതായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് നാം ഷഷ്ഠ്യബ്ദപൂർത്തി ആഘോഷിക്കുന്നത്. അപ്പോൾ ആ കർമ്മത്തില് പിന്നെ ലോകത്തിൽ എന്നും അറിയപ്പെടുന്നത്, ബർണാഡ് ഷാ അറിയപ്പെടുന്നത് അച്ഛനിട്ട പേരുകൊണ്ടാ, ജവഹർലാൽ നെഹ്റു അറിയപ്പെടുന്നത് അച്ഛനിട്ട പേരുകൊണ്ടാ, മഹാവിഷ്ണുവും ബ്രഹ്മാവും സരസ്വതിയും ലക്ഷ്മിയും പാർവതിയും അറിയപ്പെടുന്നത് അച്ഛനിട്ട പേരുകൊണ്ടല്ല. അവര് നമ്മളിട്ട പേരാണ് അവർക്ക്. അത് അവരേത് കർമ്മം ചെയ്യുന്നോ ആ കർമ്മത്തോട് ചേർത്ത പേരാണ് അവരുടേത്. അവർക്ക് അച്ഛനമ്മമാരില്ല. അവർക്ക് കൺസെപ്റ്റാണ്. ഒരു ദേശീയ ദിനപത്രം വിദ്യാരംഭത്തിന് സരസ്വതിയുടെ പടം മാത്രം വെക്കാതെ വിദ്യ ആരംഭിച്ചപ്പോൾ അവര് ധരിച്ചു കാണും സരസ്വതി ഹിന്ദുവിന്റെ ഭാഗമാണെന്ന്. സരസ്വതി ഹിന്ദുവിന്റെ ഭാഗമല്ല. മിസ്സിസ് നാരായണന്റെയും മിസ്റ്റർ നാരായണന്റെയും മകള് സരസ്വതി അമ്മ വല്ലതും കാണുമായിരിക്കും. ഭാരതത്തില് ഏത് സരസ്വതിയുടെ വിദ്യയുടെ സരസ് ഒഴുകുന്നത്, സരസ്വതി ഒഴുകുന്നതിന്റെ അധിപതി, വിദ്യ ഒഴുകണം, ഫ്ലോ ആണ്. ആ സരസ്വതിയെ ഹിന്ദുവിന്റെ പ്രതീകമായിട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി മധ്യപ്രദേശത്ത് നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അവരെയും ഹിന്ദു ധർമ്മം സനാതനധർമ്മം പഠിപ്പിക്കേണ്ടതാണെന്ന് മനസ്സിൽ തോന്നി. ആ സരസ്വതിയുടെയും അതല്ലാതെ ജീവിച്ച അച്ഛനമ്മമാരുടെ മക്കളായിട്ട് ജനിക്കുന്ന എല്ലാ വ്യക്തികളും അറിയപ്പെടുന്ന രണ്ടാമത്തെ കർമ്മം നാമകരണം. ഈ പ്രോസസ് സാമൂഹ്യവത്കരിക്കുക, സംസ്കാരികവത്കരിക്കുകയായിരുന്നു ഭാരതത്തിൽ കുടുംബത്തിലൂടെ ചെയ്തിരുന്നത്. ഓരോ കുടുംബാംഗവും ഈ മെസ്സേജ്, സന്ദേശം കുടുംബത്തിൽ നിന്ന് എടുത്തിരുന്നു. അപ്പൊ വ്യക്തിയുടെ ശരീരം, മനസ്സ്, ആത്മീയത കുടുംബത്തിലൂടെ സാംസ്കാരിക ചരിത്രം ആരംഭിക്കുന്നത് ഷോഡശ കർമ്മങ്ങളിലൂടെ. അവസാനം അന്ത്യേഷ്ടി എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും മരിക്കുന്ന സമയത്ത് അവരുടെ തല മടിയിൽ വെച്ച് അവരുടെ കണ്ണുകളിലൂടെ തലോടി ഏത് മകനാണോ ജീവനുള്ള അവസ്ഥയിൽ നിന്ന് ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് കടക്കുന്ന അച്ഛനെയും അമ്മയെയും പരിശോധിക്കുന്നത്, ശുശ്രൂഷിക്കുന്നത്, ആ സമയത്ത് മാത്രമേ മകൻ എന്ന സ്ഥാനത്ത് നിന്ന് പുത്രൻ എന്ന സ്ഥാനത്തേക്ക് ഈ കുട്ടിയെ ഉയരാൻ അനുവദിക്കാറുള്ളൂ. മകള് പുത്രിയാകണമെങ്കിൽ അച്ഛനും അമ്മയും മരിക്കുന്ന സമയം വരെ പുംനാമ നരക ത്രായതേ ഇതിപുത്ര, പുംനാമ നരകം എന്നൊരു നരകമുണ്ടത്രേ. ആ നരകമാണ് ജീവനുള്ള അവസ്ഥയിൽ നിന്ന് ജീവനില്ലാത്ത അവസ്ഥയിലേക്കുള്ള മനുഷ്യന്റെ മാറ്റം. ഈ സദസ്സിനകത്തിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു ദിവസം മരിക്കണം. എല്ലാവരും ഒരു ദിവസം വിറകിന്റെ മുകളിൽ കിടക്കുന്നുണ്ടാകും. ആ ദിവസത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇന്ന് വിമലിന്റെയും ബോംബെ ഡൈയിങ്ങിന്റെയും വിവാൽഡിയുടെയും ഡ്രസ് ഇട്ടിരിക്കുന്ന ശരീരം തകർന്ന് 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 അവസാനം വയ്യാതെയായി വിറകിന്റെ മുകളിൽ കിടക്കുന്ന സമയത്ത് എന്റെ മക്കള് എന്നെ നോക്കുന്നില്ലല്ലോ എന്ന് ദുഃഖിക്കുന്നതിന് പകരം ഈ മക്കൾക്ക് ഒന്ന് സംസ്കാരം കൊടുത്തു എന്ന് വിചാരിക്കുക. അടുത്ത കാലത്ത് വടക്കാഞ്ചേരിയിൽ ഒരു ആശ്രമത്തിൽ പോയപ്പോൾ ഒരച്ഛൻ കരഞ്ഞുകൊണ്ട് വന്ന് പറഞ്ഞു, ഞാൻ തൃപ്പൂണിത്തുറക്കാരനാണ്, തൃപ്പൂണിത്തുറയിലും എറണാകുളത്തുമായിട്ട് 2 കല്യാണ മണ്ഡപം എന്റെ പേരിലുണ്ട്, ഞാൻ അനാഥ മണ്ഡപത്തിൽ കഴിയുകയാണ്, ഇപ്പോഴും എന്റെ മക്കള് നോക്കാനില്ല. ഒന്ന് ഓർമ്മിപ്പിച്ചോ മക്കളെ, ഞാനിരിക്കുന്ന കസേരയില് പണ്ട് എന്റെ അച്ഛൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. ആ അച്ഛനെ ഞാൻ ശുശ്രൂഷിച്ചിട്ടില്ല. ഇന്ന് ഞാൻ ഇരിക്കുമ്പോൾ എന്റെ മകൻ, എന്റെ മകൾ എന്നെ നോക്കുന്നില്ല. നാളെ ഹേ മകനെ, ഹേ മകളെ, നീയും ഈ കസേരയിലേക്ക് ഇരിക്കേണ്ടി വരും. അന്ന് മാനസികമായി തളർന്ന് കരഞ്ഞിരിക്കുമ്പോൾ നിന്റെ മക്കള് പറയും, എനിക്ക് ലീവില്ല അച്ഛ, ഞാൻ സേവയിലെ 2 പെണ്ണുങ്ങളെ അച്ഛന് ചികിത്സിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവിടാം. അവര് കൃത്യം 10 മണിക്ക് വരും, കൃത്യം 5 മണിക്ക് പോകും. അപ്പോൾ 6 മണിക്ക് ചെയ്യേണ്ടതെല്ലാം 5 മണിക്ക് തന്നെ അച്ഛൻ ചെയ്തോളണം. അത് കഴിഞ്ഞ് അവര് പോകും. അവർക്ക് 2000 രൂപ ഞാൻ ശമ്പളം കൊടുക്കുന്നത് അച്ഛനോടും അമ്മയോടുമുള്ള സ്നേഹം കൊണ്ടാണ്. സ്നേഹം എന്റെ ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ കവിഞ്ഞൊഴുകുന്നത് കൊണ്ടാണ് 5000 രൂപ മുടക്കിയിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് അച്ഛാ, അമ്മേ, ഞാൻ നിങ്ങളെ ദൂരെ നിന്ന് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യാം.
അമേരിക്കയിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോഴുള്ള ചെലവ് അമ്മയ്ക്ക് അറിയാലോ. ഒരു മിനിറ്റിന് 220 രൂപയാണ് ഞാൻ അമ്മയ്ക്ക് വേണ്ടി മുടക്കുന്നത്. ചോദിക്കുന്നത് എന്താണെന്ന് അറിയാമോ? തിരിച്ച് തീരുമ്പോ തന്നെ അച്ഛൻ എവിടെയാ? ബാത്റൂമില്. ഈ അച്ഛന് ബാത്റൂമിൽ പോകാൻ കണ്ട സമയമാണ് ഞാൻ ടെലിഫോൺ വിളിക്കുമ്പോ. കാരണം ഓരോ മിനിറ്റും 220 രൂപയുടെ വെയിറ്റ് ഉണ്ട്. അച്ഛന്റെ വെയിറ്റ് അല്ലാതെ, അത് പോക്കറ്റിന്റെ വെയിറ്റ് ആണ്. ആ അച്ഛനെ നോക്കാതെ, ആ അമ്മയെ നോക്കാതെ ഇരുന്ന വ്യക്തിക്ക് അവന്റെ മക്കൾ ഇവനെ നോക്കുമെന്ന് പ്രതീക്ഷിക്കാൻ സാധ്യമല്ല. അവനവൻ ഇരുന്ന കസേര തലമുറയായി മാറുമ്പോൾ കസേരയുടെ കളറ് മാറിയേക്കാം. ഇരിക്കുന്ന അവസ്ഥ ഒന്ന് തന്നെയാണ്. മക്കളെ പഠിപ്പിക്കേണ്ടത് പല അച്ഛന്മാരും പറയാറുണ്ട്, ഞാൻ അനുഭവിച്ച വേദന എന്റെ മക്കൾ അനുഭവിക്കരുത്. തെറ്റ്. ഞാൻ അനുഭവിച്ച വേദനയുടെ പകുതി മക്കൾ അനുഭവിക്കണം. കാരണം നല്ല വെയിലുണ്ടെങ്കിലേ തണലിന് സുഖമുള്ളൂ, ചൂടുണ്ടെങ്കിലേ തണുപ്പിന് സുഖമുള്ളൂ, ദാഹമുണ്ടെങ്കിലേ വെള്ളത്തിന് വിലയുള്ളൂ. അതില്ലാത്തയിടത്തോളം കാലം മക്കളെ കാറിൽ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് സർവ്വ ചരിത്രവും അതിന്റെ തലയിൽ കയറ്റി വെച്ച് ലോകത്തിന് രണ്ട് ജോലിയേ ഉള്ളൂ, ഡോക്ടറോ എഞ്ചിനീയറോ എന്ന് മാത്രം വിചാരിച്ച് ഇതാക്കി കഴിഞ്ഞ് അവന്റെ മനസ്സില് ജീവിതത്തെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ വേദനയെക്കുറിച്ചോ ദുഃഖത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്റെ മക്കള് വളരെ ഡിസിപ്ലിൻഡാ, അതുകൊണ്ട് കാശ് വെച്ചിരിക്കുന്ന പെട്ടിയുടെ താക്കോല് പെട്ടിയുടെ മുകളിൽ തന്നെ ഉണ്ടാവും. മാസാവസാനം ഞാൻ ഒന്നും ചെലവാക്കാറില്ല, എന്റെ മക്കള് ചെലവാക്കും. കാരണം ഞാൻ അനുഭവിച്ച വേദന അവരനുഭവിക്കരുത്. തിരിച്ചൊരു ദിവസം വരും, ഞാൻ അനുഭവിച്ച വേദന വീണ്ടും അനുഭവിക്കേണ്ട ഒരവസ്ഥ. അത് അവരിലൂടെ നിങ്ങൾക്ക് വരുമ്പോൾ അന്ന് കുട്ടികൾക്ക് സംസ്കാരം കൊടുക്കാമെന്ന് വിചാരിച്ചാൽ സാധ്യമല്ല. 16 ഷോഡശ കർമ്മങ്ങളും കർമ്മം പഠിപ്പിക്കലും ബന്ധം പഠിപ്പിക്കലും എല്ലാം തന്നെ ഭാരതത്തില് മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ എന്ന ചിന്താധാരയിലൂടെയായിരുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയില് സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിൽ ഒരു ലെക്ചർ കൊടുക്കാൻ ഭാഗ്യം കിട്ടിയ എനിക്ക്, വെനസ്ഡേ ലെക്ചർ കൊടുക്കാൻ ഭാഗ്യം കിട്ടിയ എനിക്ക്, എല്ലാവരും ചോദിച്ച ചോദ്യം, വൈ ദ ഫാമിലി ബോണ്ടേജ് ഇൻ ഇന്ത്യ ഈസ് സോ സ്ട്രോങ്? ഭാരതത്തില് കുടുംബ ബന്ധം ഇത്രയും സ്ട്രോങ് ആകാൻ കാരണം ഒറ്റ കാര്യം, വിശ്വാമിത്രൻ ജനിച്ച് 500ാമത്തെ തലമുറയാണ് നമ്മള്. ആ 500ാമത്തെ തലമുറ വരെ മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞു. അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞ് കാട്ടാളന്മാരെയും അകത്തേക്ക് സ്വീകരിച്ചു. അത് പോകട്ടെ, അതിന്റെ തിക്തഫലം അനുഭവിച്ചു എങ്കിലും കുടുംബ ബന്ധത്തിന് ഇന്നും നമ്മൾ ആശ്രയിക്കുന്നത് സാംസ്കാരിക ചരിത്രത്തിന്റെ തുടക്കത്തെയാണ്. ഇന്നും കേരളത്തിലാരും ഭാരതത്തിലാരും മക്കളോട് ഒരമ്മയും പറയാറില്ല, ഹായ് സൺ, യു ആർ ഗെറ്റിംഗ് യുവർ ന്യൂ ഡാഡി ടുഡേ, ദ ഫോർത്ത് ഡാഡി ഈസ് ഹിയർ. 4ാമത്തെ അച്ഛൻ, why mom, what happened to you? The third daddy found out another mummy and she has gone. As simple as that. അച്ഛൻ വേറൊരു പെണ്ണിനെ കണ്ട് അതിന്റെ കൂട്ടത്തിൽ പോയി, അത് 4ാമത്തെ അച്ഛൻ. So when I will get my 5th daddy, you wait my son. Within 2 months I will bring another daddy for you. Hi, what a happiness, fantastic. പിതൃദേവോ ഭവ ഇല്ല, മാതൃദേവോ ഭവ ഇല്ല. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് ഭാരതത്തിന്റെ സാംസ്കാരിക ചരിത്രം. കുട്ടി കരയുമ്പോൾ അമ്മ കൂട്ടത്തിലിരിക്കുന്നത്, ഭർത്താവ് വരുമ്പോൾ ഒരു കപ്പ് ചായ കൊടുക്കുന്നത്, അതെല്ലാമാണ് പലപ്പോഴും ഫെമിനിസ്റ്റുകള്, എറണാകുളത്ത് കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ട്, ഫെമിനിസ്റ്റുകള് അവരുടെ മോചനം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യാറുണ്ട്. ഒരു സിനിമയിൽ ജഗദീഷ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരിൽ നിന്നാ മോചനം ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ നേതാക്കന്മാരിൽ നിന്നാണോ ഭർത്താക്കന്മാരിൽ നിന്നാണോ? ഭർത്താക്കന്മാരിൽ നിന്ന് മോചനം നേടാൻ വളരെ സിമ്പിൾ അല്ലേ? വൈകുന്നേരം ഇങ്ങോട്ട് വരാതിരുന്നാ പോരെ, എവിടേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം? മോചനം കിട്ടണമെങ്കിൽ. ആ ചിന്താധാര മാറിയിരുന്നു ഭാരതത്തില്, ഉണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയും ധർമ്മത്തിന്റെ കൂട്ടത്തില് ഓരോ ഇതിഹാസവും ആ സന്ദേശം തരുന്നു. ജസ്റ്റ് 18 ദിവസം നീണ്ടുനിന്ന മഹാഭാരത യുദ്ധത്തിന് 1ാമത്തെ ദിവസം ദുര്യോധനൻ ചെന്ന് ഗാന്ധാരിയോട് പറയുന്നു, അമ്മേ ഗാന്ധാരി, എല്ലാവരും എന്റെ കൂട്ടത്തിലുണ്ട്. ഭീഷ്മരുണ്ട്, കർണനുണ്ട്, അതുപോലെ തന്നെ കൃപരുണ്ട്, അതുപോലെ തന്നെ ദ്രോണാചാര്യരുണ്ട്, സകലരും നമ്മുടെ പക്ഷത്തുണ്ട്, കൗരവ പക്ഷത്ത്. അമ്മയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ കൗരവരെ ജയിക്കുമെന്ന് ഉറപ്പ്. അമ്മ അനുഗ്രഹിക്കണം, വിജയീ ഭവ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കണം. ഗാന്ധാരി എന്ന അമ്മ അനുഗ്രഹിച്ചത് എങ്ങനെയാണ്?
ഓരോ അമ്മയും ഓർക്കേണ്ടത്, മകനെ ദുര്യോധന വിജയീ ഭവ എന്ന് പറഞ്ഞ് എനിക്ക് അനുഗ്രഹിക്കാൻ സാധ്യമല്ല. യതോ ധർമ്മസ്തതോ ജയ. എവിടെയാണോ ധർമ്മമുള്ളത് അവിടെയാണ് ജയമുള്ളത്. മകനോട് അമ്മ പറഞ്ഞത് പാർഷ്യാലിറ്റി കാണിച്ചില്ല. ഒരു മകളെയും ചെയർമാൻ ആക്കിയില്ല, ഒരു മകനെയും പ്രസിഡന്റും ആക്കിയില്ല. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. യതോ ധർമ്മസ്തതോ ജയ. അച്ഛന്റെയും മകന്റെയും പേരൊന്നായതുകൊണ്ട് പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ ആക്കാം ഇയാളെ, അതുകൊണ്ട് അച്ഛനെ നമുക്ക് ഓർക്കാൻ സാധിക്കുമല്ലോ എന്ന് പറഞ്ഞ് കേരളത്തിലെ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡും ആക്കിയില്ല ആരും. അന്ന് മകൻ യുദ്ധക്കളത്തിൽ പോവുകയാണ്, ധർമ്മമില്ലാത്ത വശത്താണെന്ന് അറിഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഗാന്ധാരി, കണ്ണുമടച്ചിരുന്ന ഗാന്ധാരി, ശത്രുക്കളായിട്ട് മക്കള് തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന കുരുക്ഷേത്ര ഭൂമിയില് രണ്ട് വിഭാഗത്തിന്റെ, ഒരു വിഭാഗത്തിന്റെ മാതൃസ്ഥാനം പ്രതിനിധീകരിക്കുന്ന ഗാന്ധാരിയുടെ കാല് തിരുമ്മിക്കൊണ്ടിരിക്കുന്നു. കുന്തിദേവി ഒന്ന് ചിന്തിച്ചു നോക്കുക, ഭാരതീയ സംസ്കൃതിയുടെ വ്യാപ്തം എത്രയുണ്ടെന്ന്. യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു വിഭാഗത്തിന്റെ അമ്മ മറ്റേ വിഭാഗത്തിന്റെ അമ്മയുടെ കാല് തിരുമ്മിക്കൊടുക്കുന്നു. ഇതാണ് ധർമ്മയുദ്ധം, ഇതാണ് ധർമ്മഭൂമി, ഇതാണ് ആർഷ സന്ദേശത്തിന്റെ നിറകുടമായ ഭാരതം. 17-ാം ദിവസം സകലരും ഭരിച്ചു കഴിഞ്ഞ് കരഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ദുര്യോധനൻ ഗാന്ധാരിയുടെ അടുത്ത് ചെല്ലുന്നു. ഹതേ ഭീഷ്മേ, ഹതേ ദ്രോണേ, ഹതേ ശല്യേ, ഹതേ കർണേ മഹാരഥേ, ആശാ ബലവതീ രാജൻ, ശല്യോ ജേഷതി പാണ്ഡവാൻ. ഹേ അമ്മേ, കർണൻ മരിച്ചു, ഭീഷ്മൻ മരിച്ചു, ദ്രോണൻ മരിച്ചു. ഒരാഗ്രഹം മനസ്സിലുണ്ട്, ശല്യനാണ് നേതൃസ്ഥാനത്ത്. ആ ശല്യരെ കൊണ്ട് ശല്യോ ജേഷതി പാണ്ഡവാൻ. ചിലപ്പോൾ അമ്മയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ശല്യരുടെ നേതൃത്വത്തില് ഈ യുദ്ധത്തില് ഞങ്ങൾ ജയിക്കും, അമ്മ അനുഗ്രഹിക്കണം. 17-ാം ദിവസവും അമ്മ പറഞ്ഞു, യതോ ധർമ്മസ്തതോ ജയ. അമ്മയുടെ മൂർത്തിമത് ഭാവമായ സ്ഥാനം ഈ രാഷ്ട്രത്തിലുണ്ടായിരുന്നു. അതുപോലെ ഭർത്താവിനോട് ഏത് സാംസ്കാരിക പൈതൃകമാണ് നമ്മൾ ആചരിച്ചത് എന്ന് സത്യവാൻ സാവിത്രിയുടെ കഥയിലൂടെ ഉണ്ട്. ശ്രീരാമൻ സീതയോട് പെരുമാറിയിരുന്നത് എങ്ങനെയാണ്? രാക്ഷസ കുലത്തിൽ ജനിച്ചവര് പോലും എപ്രകാരമാണ് ധാർമ്മിക ബോധമുണ്ടായിരുന്നത് എന്ന് മണ്ഡോദരിയുടെ രാവണനോടുള്ള ഉപദേശം മാത്രം നോക്കിയാൽ മതി. ഈ രാഷ്ട്രം ഇത്രയും കാലം നിലനിൽക്കാൻ കാരണമെന്ത്? ശ്രീരാമൻ ഒരിക്കലും വിഭീഷണൻ വന്നു പറഞ്ഞത്, ഹേ രാമ, ഹേ ശ്രീരാമ, രാവണന്റെ രാജ്യത്തിലുള്ള സകല വിവരങ്ങളും ഞാൻ ഇവിടെ വെച്ച് അങ്ങയ്ക്ക് തരാം, അങ്ങയ്ക്ക് അതുകൊണ്ട് രാവണനെ നശിപ്പിക്കാൻ എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, അരുത് വിഭീഷണ, ഒരിക്കലും അരുത്. നീ നിന്റെ മാതൃഭൂമിയുടെ ഘാതകനാകരുത്, നിന്റെ മാതൃഭൂമിക്കെതിരെ നീ പ്രവർത്തിക്കരുത്. നിന്റെ ജ്യേഷ്ഠനാണ് രാജാവ്, അതവിടെ ഇരിക്കട്ടെ. പക്ഷേ നിന്റെ മാതൃഭൂമിയുടെ രാജാവിനെതിരെ നീ പ്രവർത്തിച്ചാൽ നീ രാജ്യദ്രോഹിയാകും. വിഭീഷണനെ കൊണ്ട് ശ്രീരാമൻ ലങ്കയുടെ ഒരൊറ്റ ബിറ്റ് ഇൻഫർമേഷൻ ശ്രീരാമൻ കളക്ട് ചെയ്തില്ല. അവിടെ ധർമ്മത്തിന്റെ മൂർത്തിമത് ഭാവമായിട്ട് ശ്രീരാമൻ ഇരുന്നു. രാമായണവും മഹാഭാരതവും ഈ രാഷ്ട്രത്തിൽ ഇന്നും കർക്കടക മാസത്തിലും മറ്റും വായിക്കാൻ കാരണം വൈദിക ചിന്താധാരയുടെ ധാർമ്മിക സാംസ്കാരിക ചരിത്രത്തിന്റെ ബിന്ദുക്കള് ജനങ്ങളുടെ ഹൃദയത്തിൽ നിറയാൻ വേണ്ടി മാത്രമാണ്. ആ പാരമ്പര്യമാണ് നമുക്കുള്ളത്. അത് ഇനിയും ഉയർത്തണം. സുദീർഘമായ ഒരു പ്രഭാഷണത്തിന് പോയാൽ ഒരു 5 മണിയാവുമ്പോഴേ ഇത് തീരുള്ളൂ. പക്ഷെ അത്രയും പറയാനുമുണ്ട്. അത്രയും രസകരമായ ഒരു ചരിത്രമാണ്. പരമപവിത്രമായ ഭാരതഭൂമിയുടെ ചൈതന്യം നിലനിർത്താൻ കാരണം കുടുംബത്തിന്റെ ചരിത്രം പോലെ ഈ രാഷ്ട്രത്തിൽ ഒരു സമൂഹ ചരിത്രമുണ്ടായിരുന്നു. ഈ രാഷ്ട്രത്തിൽ ആഘോഷിച്ചിരുന്ന ഓരോ ആഘോഷവും ആസ്ട്രോണമിക്കൽ പോയിന്റ് വെച്ചിട്ടായിരുന്നു. ജ്യോതിശാസ്ത്രത്തിന്റെ, സയൻസിന്റെ, സെലസ്റ്റിയൽ ബോഡീസുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. വിശ്വാസത്തിന്റെ മാത്രമല്ല. ശ്രീരാമ നവമി, കറുത്തവാവ് കഴിഞ്ഞ് 9-ാം ദിവസമാണ് നവമി വരുന്നത്. ദുർഗാഷ്ടമി,
അഷ്ടമി എന്നുള്ളത് സെലസ്റ്റിയൽ ബോഡിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജന്മാഷ്ടമി സെലസ്റ്റിയൽ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ശിവരാത്രി സെലസ്റ്റിയൽ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വിനായക ചതുർത്ഥി ജ്യോതിർഗോളങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഭാരതത്തിലെ സർവ ആഘോഷങ്ങളും നാം നടത്താറുള്ളത്. മഹാനവമി, വിജയദശമി, ദുർഗാഷ്ടമി, ഇതെല്ലാം തന്നെ അഷ്ടമി, നവമി, ദശമി എന്നുള്ളത് ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജ്യോതിശാസ്ത്ര ഗോളങ്ങളുമായി ചേർത്ത് ഭാരതീയര് സാമൂഹിക ആഘോഷങ്ങൾ ആചരിക്കുമ്പോൾ വസ്തുതാപരമായിട്ട് ഈ രാഷ്ട്രത്തിന്റെ ഐക്യം വെറും ജന്മദിനത്തിലോ വെറും വിജയത്തിലോ മാത്രം ഒതുക്കാതെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് സമൂഹത്തെ മുഴുവനും ഒന്നാക്കിക്കൊണ്ട് കാണാൻ പാകത്തിന് ഒരു ബന്ധം നമ്മൾ സ്ഥാപിച്ചു. അതുകൊണ്ടാണ് രാഷ്ട്രത്തിന്റെ ഐക്യമുണ്ടായത്. ആരാധ്യനായ MGS മേനോൻ, MGS നാരായണൻ പറയുകയുണ്ടായി, യഥാർത്ഥത്തിൽ നമുക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പാശ്ചാത്യർ ധരിച്ചു എന്ന്. ഇത് സംഭവിക്കാൻ കാരണം ഭാരതത്തില് ഏത് വസ്തുതകളും എഴുതിയിരിക്കുന്നത് കലിവർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പിന്നീട് ശാകവർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കലിവർഷം ആരംഭിക്കുന്നത് BC 3102 ഫെബ്രുവരി മാസം 17-ാം തീയതി അർദ്ധരാത്രിക്ക് സർവഗോളങ്ങളും ഒരുമിച്ച് ചേർന്ന ഒരു വ്യാഴാഴ്ചയാണ്. ആ ദിവസം മുതൽക്കാണ് കലിവർഷം നമ്മൾ ആഘോഷിക്കാറുള്ളത്, ആചരിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളുടെ കൃഷ്ണവർഷം 5102 എന്ന് നമ്മൾ പറയുന്നത്. കലിയുഗം തുടങ്ങി ആ ദിവസം അനുസരിച്ചാണ് സാധാരണ നാരായണീയം എഴുതിയതും പൂന്താനം ഭട്ടതിരിപ്പാടിന്റെയും ആര്യഭടന്റെയും ഭാസ്കരാചാര്യരുടെയും വടേശ്വരാചാര്യരുടെയും നാഗാർജുനന്റെയും അതുപോലെ തന്നെ ബുദ്ധന്റെയും ജൈനന്റെയും ചാർവാകന്റെയും സർവരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് റിപ്പീറ്റ് ചെയ്യുകയാണ് ആ വാക്ക്. അത് എഴുതിയിരുന്നത് കലിവർഷം ഉപയോഗിച്ചിട്ടാണ്. ഒരൊറ്റ ശാസ്ത്രജ്ഞന്മാര് പോലും ഭാരതത്തില് അവർ ജീവിച്ചിരുന്ന കാലത്തെ കുറിച്ച് പറയാതിരുന്നിട്ടില്ല. പുസ്തകം എഴുതിയ വർഷം അവർ എഴുതിയിട്ടുണ്ട്, അവർ ജീവിച്ചിരുന്ന കാലം എഴുതിയിട്ടുണ്ട്, അവര് മരിച്ച ദിവസം, വർഷം അവരുടെ ശിഷ്യന്മാർ എഴുതിയിട്ടുണ്ട്. ഭാരതീയർക്ക് ചരിത്രബോധമുണ്ടായിരുന്നു. ബോധമില്ലാതെ പോയത്, ചരിത്രബോധമുണ്ടോ എന്ന് പരിശോധിക്കാൻ ചരിത്രകാരന്മാരില്ലാതെ പോയത് കൊണ്ടാണ്. ഒന്ന് പരിശോധിക്കാൻ സാധിച്ചിരുന്നു എങ്കിൽ ആർക്കിയോളജിക്കൽ എവിഡൻസ്, ഭാരതത്തിന്റെ മറ്റേ സംഖ്യാ എവിഡൻസ്, വാർഷിക എവിഡൻസും ഒരുമിച്ച് ചേർത്തിരുന്നു എങ്കിൽ ഭാരതത്തിന്റെ ചരിത്രബോധം മനസ്സിലാക്കാൻ ഒരു വിഷമവുമില്ല. യഥാർത്ഥത്തിൽ തിരിച്ചാദ്യം തുടങ്ങിയ ബിന്ദുവിലേക്കൊന്ന് വരികയാണെങ്കിൽ ഫാഹിയാനും ഹുയാൻസാനും കണ്ട ഭാരതം ഒന്ന് വായിച്ചു നോക്കണം. ഈ രാഷ്ട്രം എങ്ങനെ ഉണ്ടായിരുന്നു എന്നറിയണമെങ്കിൽ എല്ലാവരും സംതൃപ്തരായിരുന്നു. ഓരോ വഴിയിലും ഗസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു. പോലീസുകാർക്ക് പ്രത്യേകിച്ച് ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. ഓരോ രാജാവും ജീവിച്ചിരുന്നത് അവൻ പ്രജകളുടെ മനസ്സിൽ എത്രത്തോളം സ്ഥാനം നേടിയിട്ടുണ്ട് എന്ന് നോക്കി മാത്രമായിരുന്നു. ഏതെങ്കിലും സ്ത്രീകള്, വിധവകള് ഉടന്തടി ചാടലിലൂടെ ചിതയിലേക്ക് ചാടാൻ പോയാൽ രാജാവ് നേരിട്ട് വന്ന് അപ്രകാരം ചെയ്യരുത് എന്ന് പറഞ്ഞ് നല്ല രീതിയിലുള്ള വിവാഹം നടത്താൻ ആ കാര്യം ഡീൽ ചെയ്യുന്ന മന്ത്രിമാര് വരെ ഉണ്ടായിരുന്നു. വിധവകളെ ദുഃഖിപ്പിച്ചിരുന്നില്ല. സെക്രട്ടറിമാരിൽ ഭൂരിഭാഗവും സ്ത്രീകളായിരുന്നു. അനവധി സ്പൈ സ്ത്രീകൾ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തില് ഈ രാഷ്ട്രം എന്തായിരുന്നു എന്ന് നോക്കണമെങ്കിൽ ഇവിടെ സമയമുള്ളവര് എന്നെങ്കിലും അവസരം കിട്ടുകയാണെങ്കിൽ ചാണക്യൻ എഴുതിയ, കൗടില്യൻ എഴുതിയ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം ഒന്ന് വായിക്കണം. എത്ര ഡിപ്പാർട്ട്മെന്റുകൾ ഇവിടെ ഉണ്ടായിരുന്നു, ഇതെങ്ങനെ ഭരിച്ചിരുന്നു. ഒറ്റ ധർമ്മശാസ്ത്ര നീതി അനുസരിച്ച് ഈ രാഷ്ട്രം ഭരിച്ചിരുന്നു. ന രാജ്യം ന രാജാസി ന ദണ്ഡ്യോ ന ദണ്ഡിനഃ ധർമ്മേണൈവ പ്രജാ സർവേ രക്ഷന്തി സ്മ പരസ്പരം. രാജ്യത്തിന് അതിർത്തികൾ ഉണ്ടായിരുന്നില്ല, രാജാവിന് ബാധ്യത ഉണ്ടായിരുന്നില്ല, ശിക്ഷിക്കപ്പെടേണ്ടവരുണ്ടായിരുന്നില്ല, ശിക്ഷ കൊടുക്കുന്നവരുണ്ടായിരുന്നില്ല. ധർമ്മേണ ഏവ സർവേ പ്രജാഃ പരസ്പരം രക്ഷന്തി സ്മ. എല്ലാ പ്രജകളും ധർമ്മം കൊണ്ട്
പരസ്പരം രക്ഷിച്ചിരുന്നു. ഒരു രാജാവിന്റെ കപ്പാസിറ്റി അളന്നിരുന്നു. സ്ത്രീയശ്ച അപുരുഷ മാർഗം സർവാഭരണഭൂഷിതാം നിർഭയ പ്രതിപദ്യന്തേ തഥാ രക്ഷതി ഭൂമിപ. ഒരു സ്ത്രീ സർവ ആഭരണങ്ങളുമിട്ട് അർദ്ധരാത്രിയില് ഒരു പുരുഷന്റെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് പോകുന്ന അവസ്ഥയുണ്ടാക്കുകയാണ്. തഥാ രക്ഷതി ഭൂമിപ. രാജാവിന്റെ കപ്പാസിറ്റി. ഇന്ന് പകല് താലിബാനില് ഒരു സ്ത്രീക്ക് ഒരു ആഭരണവും ഇടാതെ മുഖം തല മുതൽക്ക് ചുവട് മണ്ണിന്റെ അടിയിൽ മൂടി ഒരു പുരുഷനും കൂടി കൂട്ടത്തിലില്ലെങ്കിൽ ഉച്ചയ്ക്ക് പോവാൻ പറ്റില്ല. ഈ രാഷ്ട്രത്തില് BC 500-നും അതിനപ്പുറവും അതിനിപ്പുറവും സ്ത്രീയശ്ച അപുരുഷ മാർഗം സർവ ആഭരണഭൂഷിത നിർഭയ പ്രതിപദ്യന്തേ തഥാ രക്ഷതി ഭൂമിപ. ഇപ്രകാരം രാജാക്കന്മാർ രക്ഷിച്ചിരുന്നു. രാജാവിന് ഉത്തരവാദിത്വം കൊടുത്തിരുന്നു. അത്യുജ്വലമായ ഉത്തരവാദിത്വമാണ് ഭാരതത്തില് ഓരോ രാജാവിനും കൊടുത്തിരുന്നത്. അഗ്രതശ്ചതുരോ വേദ പൃഷ്ഠത സശരം ധനു ഇതം ബ്രാഹ്മ്യമിതം ക്ഷാത്രം ശാപാദപി ശരാദപി. ഓരോ രാജാവും ഒമർ അബ്ദുള്ളയെ പോലെ ഉള്ളവരായിരുന്നില്ല. അഗ്രതശ്ചതുരോ വേദ, മുമ്പോട്ടുള്ള പ്രയാണത്തിൽ അറിവിന്റെ മൂർത്തിമദ്ഭാവമായിരുന്നു. പൃഷ്ഠത സശരം ധനു, പുറകില് ശരത്തോടു കൂടിയുള്ള ധനുസ് എപ്പോഴും അവരുടെ കയ്യിലുണ്ടായിരുന്നു. എപ്പോഴാണോ അറിവിന്റെ ബ്രാഹ്മ്യശക്തി ഉപയോഗിക്കേണ്ടത്, ഇതം ബ്രാഹ്മ്യം ശാപാദപി ഇതം ക്ഷാത്രം ശരാദപി. ശസ്ത്രം ഉപയോഗിച്ച് അടിച്ച് തെറിപ്പിക്കേണ്ടതിനെ അടിച്ച് തെറിപ്പിച്ച് ഉന്മൂലനം ചെയ്തുകൊണ്ട് അറിവ് കൊണ്ട് വളർത്തേണ്ടതിനെ അറിവ് കൊണ്ട് വളർത്തിയ ഒരു രാഷ്ട്രമായിരുന്നു ഇത്. 6 ക്വാളിഫിക്കേഷൻ ഒരു രാജാവിന് പറഞ്ഞിട്ടുണ്ട്. ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമൗ. ഷഡേതേ യത്ര വർത്തന്തേ ദൈവം തത്ര പ്രകാശയേ. മരണശയ്യയിൽ കിടന്ന ഭീഷ്മരോട് രാജ്യം എങ്ങനെയാണ് ഭരിക്കേണ്ടത് എന്ന് ധർമ്മപുത്രര് ചോദിച്ചപ്പോൾ ഭീഷ്മര് പറഞ്ഞ ക്വാളിഫിക്കേഷനാണ് ഇത്. ബുഷിനും കൂടി ബാധകമാണ് ഇന്നും. കാരണം ഉദ്യമം, എന്റർപ്രീനർഷിപ്പ്, സാഹസം, ചാലഞ്ച് ഏറ്റെടുക്കാനുള്ള കപ്പാസിറ്റി, ധൈര്യം. അർത്ഥം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം. പരാക്രമം അടിച്ചു തോന്നിപ്പിച്ച് മുമ്പോട്ട് പോകാനുള്ള കപ്പാസിറ്റി. ആ ഷഡേതേ എത്ര വർത്തന്തേ, ഈ 6 എവിടെയുണ്ടോ ദൈവം തത്ര പ്രകാശയേ, അവിടെ ദൈവാനുഗ്രഹം ഉണ്ടാകും. അതുകൊണ്ട് ഈ രാഷ്ട്രത്തിന്റെ സാംസ്കാരിക ചരിത്രം ഒരു 3 മണിക്കൂർ കൊണ്ട് പറയാൻ സാധ്യമല്ല. ഇപ്പോൾ സ്പർശിച്ചത് ഈ നാടിന്റെ വേദനാജനകമായ ഒരു ചരിത്ര ഭാഗം. അത് മുഴുവനും ഈ രാഷ്ട്രം വിറ്റ്സ്റ്റാൻഡ് ചെയ്തത് 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി വരെ വിദേശികളായിരുന്ന വിദേശികള് നമ്മുടെ പൈതൃകം നശിപ്പിച്ചു. 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിക്ക് ശേഷം സ്വദേശികളായ വിദേശികള് നമ്മുടെ പൈതൃകം നശിപ്പിച്ചു. 2 പേരും ഇത് നശിപ്പിച്ചു. ലോകത്തിലെ ഒരു പ്രധാനമന്ത്രിയും സ്വന്തം ബർത്ത്ഡേക്ക് കുട്ടികളെ റോട്ടിൽ കൂടെ നടത്തിയിട്ടില്ല, ഇന്ത്യയിലല്ലാതെ. അതുപോലെ പാശ്ചാത്യ സാംസ്കാരിക പൈതൃകത്തിന്റെ കണ്ണട വെച്ച് ഡിസ്കവർ ഓഫ് ഇന്ത്യ ചെയ്യേണ്ടി വന്നിട്ടില്ല. നമ്മളെല്ലാം ഇന്ത്യയെ അനുഭവിച്ചറിയുകയായിരുന്നു, ഡിസ്കവർ ചെയ്യേണ്ടി വന്നിട്ടില്ല. ബിക്കോസ് സംതിങ് അൺനോൺ is to be discovered, something experienced and known is only to be experienced, not to be discovered. But somebody is doing that by telling the word quotation. I know pretty well that in India we have got only spirituality and philosophy. I don't think in India we have got science or anything else. ഭാരതത്തിന്റെ വേദനാജനകമായ അവസ്ഥ അത് ഈ രാഷ്ട്രത്തിനുണ്ടായി. നമ്മളെ പരസ്പരം കലഹിപ്പിക്കുന്നതില്
ആനന്ദം കണ്ടെത്തിയ രാഷ്ട്രീയ നേതാക്കന്മാര് ഇന്നും എവിടെയെങ്കിലും പ്രശ്നമുണ്ടായാൽ ദേശീയ ദിനപത്രങ്ങൾ ആദ്യം എഴുതുന്നത് നാരായണ ഗുരുദേവന്റെ പ്രതിമ തകർത്തു. നേരെ ശ്രദ്ധ തിരിച്ച് ആ വിഭാഗത്തിനെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റുക. അപ്പൊ അവര് തമ്മിൽ അടിപിടിച്ചോളും. ഈ നാട് 54 വർഷം ചതിയന്മാരായ നമ്മുടെ ഭരണാധികാരികളുടെ കീഴിൽ വളർന്നു. ദുഃഖകരമായ വസ്തുത. ആരെയും ബ്ലെയിം ചെയ്യുകയല്ല. ഈ വിദേശത്തിന്റെ മുഴുവനും അനുഭവിച്ച് സ്വദേശത്തിലേക്ക് വന്നപ്പോഴും ഈ വേദനാജനകമായ അനുഭവം ഇനി മെക്കോളയുടെ തലയിൽ കെട്ടിവെക്കാൻ നമുക്ക് സാധ്യമല്ല. നമ്മളെ ഭരിച്ചവരുടെ തലയിലും നമുക്ക് കെട്ടിവെക്കണ്ട. ഇന്ന് നമ്മുടെ മുമ്പിൽ ആരാധ്യരായ അനവധി വ്യക്തികളുണ്ട്. കർമ്മമണ്ഡലത്തിൽ മാർഗനിർദ്ദേശം തരാൻ നമുക്ക് നമ്മുടേതായ കർത്തവ്യം ചെയ്യാൻ സാധിക്കും. 2.5 ലക്ഷം സ്ട്രീറ്റ് ലൈറ്റ് ഭാരതത്തിൽ കന്യാകുമാരി മുതൽക്ക് കാശ്മീരം വരെ ഉണ്ട്. എല്ലാ സ്ട്രീറ്റ് ലൈറ്റിനും ഒരു ലക്ഷ്യമുണ്ട്. അതിന്റെ ചുവട്ടിൽ വരുന്നവർക്ക് അതിന്റെ പ്രകാശം അത് ഫ്യൂസാകുന്നത് വരെ കൊടുക്കുക. എനിക്കും നിങ്ങൾക്കും നമ്മൾക്കും സാധിക്കും. അമ്മ ചെയ്യുന്നത് പോലെ ആ പാഠങ്ങൾ പിന്തുടർന്നുകൊണ്ട് സാമൂഹ്യ സേവനം, സാംസ്കാരിക സേവനം, കുടുംബത്തിന് ആവശ്യമായ അറിവ്, നമ്മുടെ പൈതൃകത്തിന്റെ എല്ലാ നന്മകളും പഠിപ്പിച്ചുകൊണ്ട് തെറ്റിദ്ധാരണ ഉളവാക്കുമ്പോൾ മുഷ്ടി ചുരുട്ടി ആകാശത്തിലേക്ക് കൈയുയർത്തി തെറ്റാണെന്ന് വിളിച്ചു പറയുകയല്ല. ബ്രാഹ്മണ മേധാവിത്വമുണ്ട് എന്ന് വാദിക്കുന്നവരോട് പറയുക. വേദങ്ങൾ എഴുതിയ വേദവ്യാസൻ മുക്കുവനായിരുന്നു. വേദമന്ത്രങ്ങൾ രചിച്ച വിശ്വാമിത്രൻ ക്ഷത്രിയനായിരുന്നു. ശ്രീകൃഷ്ണൻ OBC ആയിരുന്നു. ശ്രീരാമൻ നത്തിങ് ബട്ട് ക്ഷത്രിയനായിരുന്നു. ഒരു സന്യാസിമാരും ഭാരതത്തില് സാമൂഹ്യ പ്രവർത്തനത്തിന് ബ്രാഹ്മണ കുലത്തിൽ നിന്ന് വന്നിട്ടില്ല. വിവേകാനന്ദൻ ബ്രാഹ്മണനല്ല. രാമകൃഷ്ണ പരമഹംസർ, ചിന്മയാനന്ദൻ, സത്യം സായിബാബ, ചട്ടമ്പി സ്വാമികള്, അമ്മ, അതുപോലെ തന്നെ അനവധി വ്യക്തികള്. 7-ാം നൂറ്റാണ്ടിൽ ശങ്കരാചാര്യർ കഴിഞ്ഞതിന് ശേഷം അരവിന്ദ മഹർഷി ഉൾപ്പെടെ സാമൂഹ്യ പരിവർത്തനത്തിന് തേജോമയമായ നേതൃത്വം നൽകിയത് ബ്രാഹ്മണ കുലത്തിൽ അല്ലാതെ ജനിച്ചവരാണ് എന്ന് സവർണ മേധാവിത്വം പറയുന്നവരോട് ഒന്ന് ഓർമ്മിപ്പിക്കണം. അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തില് തെറിപ്പാട്ട് പാടിക്കൊണ്ട് ആചരിക്കുന്ന ആചാരം നികൃഷ്ടമാണ്, നിന്ദ്യമാണ്, നീചമാണ്. അതില്ലാതെയാക്കേണ്ടത് സാംസ്കാരിക ചരിത്രത്തിലെ കളങ്കത്തെ സോപ്പ് കൊണ്ട് കഴുകാൻ ഉദ്ദേശിക്കുന്നവരുടെ കർമ്മമണ്ഡലമായിരിക്കട്ടെ. അവരെ പറഞ്ഞു മനസ്സിലാക്കണം. ക്ഷേത്ര ചൈതന്യം, നന്മകള്, ഈശ്വര സങ്കല്പം അത് ഒരിക്കലും തല വെട്ടിപ്പൊളിച്ച് വെളിച്ചപ്പാട് തുള്ളിക്കഴിഞ്ഞാൽ ഭാരതത്തിൽ ഒരു ഈശ്വരനും പ്രത്യക്ഷപ്പെടില്ല. അത് ഭാരതത്തിന്റെ സാംസ്കാരിക ചിന്താധാരകളില് കളങ്കമുള്ള ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ്. മാറ്റണം. നമുക്കത് മാറ്റാൻ സാധിക്കും. വസ്തുതാപരമായി പറഞ്ഞു കൊടുത്താൽ ദീപാവലിയുടെ അന്ന് മട്ടൻ തിന്നുന്നൊരു സ്വഭാവം തിരുവനന്തപുരത്തുണ്ട്. തിരുവോണത്തിന്റെ അന്ന് ബീഫും കട്ടിയും തിന്നുന്ന ഒരു സ്വഭാവം കണ്ണൂരും കാസർഗോഡും ഉണ്ട്. ദുരാചാരങ്ങള് ജന്മദിനത്തിൽ വിളക്കൂതിക്കെടുത്തിയിട്ട് കേക്ക് മുറിക്കുന്നത് പോലെയുള്ള ദുരാചാരങ്ങള്, ശരീരത്തിൽ കൊടുത്തിട്ട് തൂക്കുന്ന ആചാരങ്ങള് മാറ്റണം. മാറ്റാൻ സാധിക്കും. ശുദ്ധീകരിക്കാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഈ 21-ാം നൂറ്റാണ്ടില് സനാതന ധർമ്മത്തിന്റെ ചൈതന്യത്തെ തിരിച്ചു കൊണ്ടുവരേണ്ടത് ഞാനും നിങ്ങളുമായ നമ്മളെല്ലാം ചേർന്ന അവതാരങ്ങളാണ്. അവതാരങ്ങൾ ചുവട്ടിലേക്ക് ഇറങ്ങി വന്ന ജ്യോതിസ്വരൂപങ്ങൾ. സത്യസന്ധമായി നമ്മുടെ സംസ്കാരം പഠിക്കാം. ഓരോ ബിറ്റുകളായിട്ട് ആവശ്യമുള്ള ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള സ്വതന്ത്ര സന്തുഷ്ടമായ ബാധ്യത, കടമ ഞങ്ങൾ നിർവഹിക്കാം. നമുക്ക് ഒരുമിച്ച് പഠിച്ച്
ഈ രാഷ്ട്രത്തിന്റെ ചൈതന്യം ആരെയും കുറ്റപ്പെടുത്താതെ ഓരോ ക്രിസ്ത്യാനിയിലും, ഓരോ മുസ്ലിമിലും, ഓരോ കമ്മ്യൂണിസ്റ്റുകാരനിലും, ഓരോ കേരള കോൺഗ്രസുകാരനിലും, മുസ്ലിംകളിലും വ്യക്തമായിട്ട് ഈ ദേശത്തിന്റെ പൈതൃകം പറഞ്ഞു കൊടുക്കണം. മൊത്തത്തില് ഹിന്ദുക്കളും ഹിന്ദുക്കളായിരുന്നവരും ഒരൊറ്റ രക്തത്തിന്റെ ഭാഗമാണ്. ഇവിടെ യെരുശലേമിലുള്ള ജനങ്ങളുടെ രക്തമില്ല, ഇവിടെ അറേബ്യയിലെ രക്തവുമില്ല. സനാതന ധർമ്മത്തിൽ ഹൈന്ദവ രക്തം മാത്രമേ ഇവിടെ ഉള്ളൂ. ഹിന്ദു എന്ന പദം പോലും വർഗീയമായി തരം താഴ്ത്തിയ ഈ രാഷ്ട്രത്തിൽ അതെങ്കിലും SSLC പുസ്തകത്തിൽ മാത്രമല്ലാതെ മനസ്സിലും ഒന്ന് എഴുതാൻ നമുക്ക് സാധിക്കണം. ഹിന്ദു ജീവിതത്തിൽ ഒരിക്കലും വർഗീയമായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും സഹനാമവതു സഹനോ പുനർത്തു എന്ന് പറയില്ല. ഭദ്രം കർണേഭി ശൃണുയാവദേവ എന്ന് പറയില്ല. ആനോ ഭദ്ര കൃതവോ എന്ന് വിശുദ്ധ പറയില്ല. സർവേ സുനിരസന്തു സർവേ സമ്പുതരാമയ പറയില്ല. ഈ രാഷ്ട്രത്തിന്റെ ജനത വർഗീയവാദികളായിരുന്നില്ല. ആ പദത്തിന് ഒരർത്ഥവും ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സത്യസന്ധമായ ചരിത്രം പഠിപ്പിക്കാൻ കർമ്മമണ്ഡലത്തിൽ ഇറങ്ങാൻ, ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞ 2 കർമ്മപദ്ധതിയിൽ ഒരെണ്ണം സ്വീകരിക്കാൻ, ലോകേസ്മിൻ വിവിധാനിഷ്ഠ പുരാ പ്രോക്താമയാനഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. അറിവ് നേടി അറിവ് കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തന മണ്ഡലത്തില്, അതുപോലെ തന്നെ കർമ്മയോഗികളെ പോലെ ജനസേവനത്തിലൂടെയുള്ള പ്രവർത്തന മണ്ഡലത്തില് രണ്ടും ചെയ്യുന്ന, ഭാരതം മാത്രമല്ല ലോകത്തിൽ രണ്ടും ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി അമ്മയാണ്. വസ്തുതാപരമായിട്ട് അറിവ് കൊടുത്തുകൊണ്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷന്റെ പരമ്പരകള്, ആത്മീയ ചിന്തകളുടെ പരമ്പരകള് ഇല്ലെങ്കിൽ ഡൽഹിയിലുള്ള ICHR-ന്റെ ചെയർമാനെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച ഭാരതീയ പൈതൃകത്തിന്റെ ചരിത്ര വീക്ഷണം നിങ്ങൾക്ക് കേൾപ്പിക്കാൻ കർമ്മമണ്ഡലത്തിൽ ഇറങ്ങിയവരുടെ മനസ്സിലുദിച്ച വികാരം അറിവുള്ളവരെ കൊണ്ടുവന്ന്, അറിയാൻ ആഗ്രഹിക്കുന്നവരെ കൊണ്ടുവരാനുള്ള കർമ്മമണ്ഡലത്തിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുക. അദ്ദേഹം വരാൻ കാരണം 1 മണിക്കൂറാണെങ്കിലും ഈ രാഷ്ട്രത്തിന്റെ സത്യസന്ധമായ ചരിത്രം മുമ്പിലുള്ളവർക്ക് കേൾക്കാൻ അവസരമുണ്ടാക്കുക. ഈ കർത്തവ്യം നിങ്ങൾക്ക് സാധിക്കും. ഒന്ന് ഉറപ്പിച്ചു പറയാം, നിങ്ങൾ ചെയ്തില്ലെങ്കിൽ 7 തലമുറ ആ പാപം അനുഭവിക്കും. വെറുതെ സ്വസ്ഥമായിട്ട് മരിക്കാമെന്ന് നിങ്ങൾ ധരിക്കേണ്ട. നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന കഴിഞ്ഞ തലമുറയുടെ ഉജ്ജ്വലമായ വിളക്ക് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം അമ്മയുമായി പ്രവർത്തിക്കുന്നവരും അല്ലാത്തവരുമായിട്ട് എല്ലാവർക്കും ബാധ്യതയുണ്ട്. രാഷ്ട്രത്തോടുള്ള ബാധ്യത, രാഷ്ട്രത്തോടുള്ള ഉത്തരവാദിത്വം, രാഷ്ട്രത്തോടുള്ള കടപ്പാട് ഇത് ഏറ്റെടുക്കേണ്ടത് ഇന്നാണ്. ഒറ്റയ്ക്ക് സാധിക്കും, 5 പേരായിട്ട് സാധിക്കും, 10 പേരായിട്ട് സാധിക്കും, ആയിരക്കണക്കിന് വ്യക്തികളായിട്ട് സാധിക്കും. ഒന്ന് മാത്രം, അമ്മയെ ചികിത്സിക്കുമ്പോൾ കയ്യടി പ്രതീക്ഷിക്കരുത്, ഒരു ഹാരം പ്രതീക്ഷിക്കരുത്, പത്മശ്രീ പ്രതീക്ഷിക്കരുത്, ഫലകം പ്രതീക്ഷിക്കരുത്. അമ്മയെ ചികിത്സിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അടുത്ത വീട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് താൻ തന്റെ അമ്മയെ കഴിഞ്ഞ 10 ദിവസമായിട്ട് ചികിത്സിക്കുകയായിരുന്നില്ലേ. അതുകൊണ്ട് കേരള ഗവൺമെന്റ് പരസഹായത്തിനുള്ള ഒരു അവാർഡ് തരാൻ തനിക്ക് തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും കേൾക്കുന്നവർ ചിരിക്കും. കാരണം അമ്മയെ ചികിത്സിച്ചവൻ അവാർഡ് കൊടുക്കുകയോ? അമ്മയെ ചികിത്സിക്കേണ്ടത് യുവർ ഡ്യൂട്ടി, യുവർ റെസ്പോൺസിബിലിറ്റി ആൻഡ് യുവർ പ്രിവിലേജ്. യു ഹാവ് ടു ഡു ഇറ്റ്, നോട്ട് ദാറ്റ് ഇഫ് യു പ്ലീസ് ഡു ഇറ്റ്. നത്തിങ് ലൈക്ക് ദാറ്റ്. അവർ റെസ്പോൺസിബിലിറ്റി അത് നമുക്ക് ഏറ്റെടുക്കാം. ആരോടും ഉത്തരവാദിത്വമില്ലാതെ, ഒരു ഭൂരിപക്ഷവും നോക്കാതെ, ഒരു കോറവും ഒരു ഫോറവും അതിനാവശ്യമില്ല. ഈ രാഷ്ട്രത്തിന്റെ 10,000 വർഷത്തെ ചരിത്രത്തിന്റെ അവസാന ബിന്ദു നിൽക്കുന്നത് നിങ്ങളുടെ മുമ്പിലാണ്. അതിനെ മുമ്പോട്ട് കൊണ്ടുപോകണോ, തളർത്തണോ, മാച്ചു കളയണോ, നശിപ്പിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് ആവശ്യമുള്ള അറിവുകളുടെ എല്ലാ ഭണ്ഡാരങ്ങളും മുമ്പിൽ എത്തിക്കാൻ സന്നദ്ധരാണ് ഞങ്ങൾ എന്ന് വാക്ക് തന്നുകൊണ്ട് അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ, അമ്മയുടെ ശിഷ്യരുടെ മക്കളുടെ കർമ്മമണ്ഡലത്തിന്റെ മുമ്പില് കണ്ണുമടച്ച് നിറകണ്ണുകളോടെ, നിറഞ്ഞ ഹൃദയത്തോടുകൂടി, ആത്മസംതൃപ്തിയോടുകൂടി, സാറ്റിസ്ഫൈഡ്
ഫ്രാക്ഷൻ അല്ല, ഫുൾ സാറ്റിസ്ഫാക്ഷനോടുകൂടി, സംതൃപ്തമായ മനസ്സോടുകൂടി അവരനുഭവിക്കുന്ന ആനന്ദം, ശാരീരികമായി അനുഭവിച്ച ബുദ്ധിമുട്ടുകള്, ഇന്നലെ രാത്രി, ഇന്നലെ മുഴുവനും, ഇന്ന് നാളെ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാൻ ആരുമില്ല. അവരെല്ലാവർക്കും വിളമ്പിക്കൊടുക്കുന്നു. അവരോട് ആരും ചോദിക്കില്ല, ചോദിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആവശ്യമില്ലാത്തവരിൽ ഒരുവനായി തീർന്നുകൊണ്ട് ഈ കർമ്മപഥത്തിൽ പ്രവർത്തിച്ച് അടുത്ത 2-3 വർഷത്തിനകം ഈ നാട്ടിൽ ഒരു റെവല്യൂഷണറി ചേഞ്ച് ഉണ്ടാക്കാൻ സാധിക്കും. ഇന്ന് കോളേജുകളിൽ പോയാൽ അവർ പറയാറുണ്ട്, ഞങ്ങൾക്ക് സിനിമാ നടന്മാര് വേണ്ട, ഞങ്ങൾക്ക് സിനിമാ നടികളും വേണ്ട, രാഷ്ട്രീയക്കാരും വേണ്ട, നാടിന്റെ പൈതൃകത്തെ കുറിച്ച് പറയാവുന്നവരുണ്ടെങ്കിൽ സാറേ അവരുടെ പേരൊന്ന് ഫോണിലൂടെ പറഞ്ഞു തരണം എന്ന് മാർ ഇവാനിയോസ് കോളേജ്, സെന്റ് പോൾസ് കോളേജ്, സെന്റ് ജൂഡ് കോളേജ്, NSS കോളേജ്, ശ്രീനാരായണ കോളേജിലെ വിദ്യാർത്ഥികള് മിനിഞ്ഞാന്ന് മാത്രം 3 കോളേജിൽ നിന്ന് വിളിച്ചിരുന്നു. ആവശ്യം ഒന്നായിരുന്നു, നമ്മുടെ പൈതൃകത്തെ കുറിച്ച് പഠിപ്പിക്കാൻ കഴിവുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സൗകര്യമുള്ള ദിവസം ഞങ്ങൾ ഞങ്ങളുടെ യൂണിയന്റെ ഇനാഗുറേഷൻ വെക്കാം. മാറിയ മാറ്റം സത്യസന്ധമാണ്. ഈ രാഷ്ട്രം മാറും. അതറിഞ്ഞുകൊണ്ടാ ശ്രീകൃഷ്ണൻ പറഞ്ഞത്, എപ്പോഴെല്ലാം ധർമ്മത്തിന് ക്ഷതം സംഭവിക്കുന്നുവോ ഞാൻ അവിടെ വരും. ഇപ്പോ മനുഷ്യരിലൂടെ, അമ്മയിലൂടെ, അവതാര മൂർത്തികളിലൂടെ ഈശ്വരൻ ഇവിടെ ഉണ്ട്. ഒന്ന് തിരിച്ചറിഞ്ഞ് അവരോടൊപ്പം നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇത്രയും ക്ഷമയോടുകൂടി, നിറഞ്ഞ മുഖഭാവത്തോടുകൂടി, സംതൃപ്തമായ ഹൃദയത്തോടുകൂടി ഇവിടെ ഇത് കേട്ടുകൊണ്ടിരുന്ന എൻ്റെ പ്രിയ കുടുംബാംഗങ്ങൾക്ക്, എൻ്റെ ജന്മസ്ഥലമായ ഇവിടെ തന്നെ വന്ന് എനിക്ക് ഈ പ്രഭാഷണം നടത്താൻ അവസരം നൽകിയ അമ്മയ്ക്കും, അമ്മയുടെ മക്കൾക്കും, അതുപോലെ സന്യാസിമാർക്കും, ഇതിൻ്റെ പ്രവർത്തകർക്കും എല്ലാവരോടും വിനീതമായ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എൻ്റെ ചാരിതാർത്ഥ്യം സ്മരിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.